ഇന്നത്തെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് പനി വരുമ്പോൾ മതിയോ പൊതുജനാരോഗ്യം എന്നതാണ്. അപ്പോൾ ഇതിൽ യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു സാങ്കത്യം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഈ റീസെൻ്റായിട്ട് വന്ന കുറേ രോഗപകർച്ചകൾ, പ്രത്യേകിച്ചൊരു വലിയൊരു പാൻഡമിക്കിന് ശേഷം ലോകം ഒന്ന് നേരെ ചൊവ്വേ നടന്നു തുടങ്ങുന്നതേ ഉള്ളൂ. ആ ഒരു ഘട്ടത്തിൽ കേരളത്തിൻ്റെ ഒരു പ്രത്യേക പരിസ്ഥിതിയിൽ എന്താണ് പൊതുജനാരോഗ്യത്തിൻ്റെ പ്രാധാന്യം എന്നുള്ളതാണ് ഇന്നത്തെ ചർച്ചയുടെ കാതൽ. കേരളത്തെക്കുറിച്ച് നമുക്കിപ്പോൾ ഒരുപാട് നേട്ടങ്ങൾ പറയാനുണ്ട്. ആരോഗ്യമേഖലയെക്കുറിച്ചാണെങ്കിൽ കേരളത്തിൻ്റെ ആരോഗ്യമേഖലയിലെ നേട്ടങ്ങൾ, പ്രത്യേകിച്ച് പൊതുജനാരോഗ്യ മേഖലയിൽ ഉള്ള നേട്ടങ്ങളെക്കുറിച്ച് നാം ഒരുപാട് പറയാറുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും വലിയ വെല്ലുവിളികൾ നാം കേരളം ഇപ്പോൾ നേരിടുന്നത് പൊതുജനാരോഗ്യ മേഖലയിലാണ് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. അതായത് ഏതാണ്ട് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ആദ്യത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം സ്ഥാപിതമായൊരു പ്രദേശം, ഏറ്റവും ആദ്യം ഒരു സാനിറ്റേഷൻ ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ വാക്സിനേറ്റേഴ്സിൻ്റെ വലിയൊരു കേഡറും, വാക്സിനേഷൻ, സ്മോൾ പോക്സ് വാക്സിനേഷൻ തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ആരംഭിച്ച ഒരു പ്രദേശം കേരളത്തിലുള്ള തിരുവിതാംകൂർ പ്രദേശത്തായിരുന്നു, തിരുവിതാംകൂറിലും കൊച്ചിയിലും. അപ്പം ഇത്രയും ഒരുപാട് ഇങ്ങനെ ചരിത്രമുണ്ട്. അതുപോലെ പൊതുജനാരോഗ്യ വകുപ്പ് 1930കളിൽ തന്നെ ഒരു വ്യക്തമായിട്ടുള്ള വലിയൊരു സംവിധാനം, പൊതുജനാരോഗ്യ വകുപ്പ് പ്രത്യേക വകുപ്പുണ്ടായിരുന്നു, പൊതുജനാരോഗ്യ ലബോറട്ടറി, പബ്ലിക് ഹെൽത്ത് ലബോറട്ടറി ഉണ്ടായിരുന്നു, ഒരു കേഡർ ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിട്ടും ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു 2-3 ദശകങ്ങളായിട്ട് നാം നിരവധി വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു ആരോഗ്യമേഖലയിൽ പൊതുവെ. അതിൽ പുതിയ രോഗങ്ങളുടെ കടന്നുവരവ്, ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ വലിയ ഭീതി ഉണ്ടാക്കുന്ന രീതിയിൽ നിപ്പ, മരണനിരക്ക് വളരെ കൂടിയ നിപ്പ ഔട്ട്ബ്രേക്ക് ഇന്ത്യയിൽ തന്നെ ബംഗാളിന് ശേഷം പിന്നീട് കേരളത്തിലാണ് റിപ്പോർട്ട് ചെയ്തത്, ഏക സംസ്ഥാനം. അത് കഴിഞ്ഞാൽ അത് ഒരു 4 ഔട്ട്ബ്രേക്കുകൾ ഉണ്ടാവുകയുണ്ടായി. അതുപോലെ കോവിഡിൻ്റെ സമയത്തും, അതുപോലെ മറ്റ് ഇപ്പോൾ ഡെങ്കിപ്പനി അങ്ങനെയുള്ള പകർച്ചവ്യാധികളുടെ കാര്യം. അതേപോലെ തന്നെ മറ്റൊരു തുല്യ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ജീവിതശൈലി രോഗങ്ങളുടെ ആധിക്യം. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ രോഗാതുരതയുള്ള സംസ്ഥാനം കേരളമാണ്. ഏറ്റവും കൂടുതൽ രോഗാതുരതയുള്ള സംസ്ഥാനവും ഏറ്റവും കൂടുതൽ പ്രതിശീർഷ ആരോഗ്യ ചെലവുള്ള സംസ്ഥാനവും കേരളമാണ്. അപ്പോൾ ഇങ്ങനെ ഒരേ സമയം നേട്ടങ്ങളും അതേസമയം വെല്ലുവിളികളും നിറഞ്ഞ വലിയൊരു സമസ്യയാണ് നമ്മുടെ മുന്നിൽ ഉള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് ആധികാരികമായിട്ട് സംസാരിക്കാനായിട്ട് രാമൻകുട്ടി സാറുണ്ട്, മോഹൻ നായർ സാറുണ്ട്. പൊതുജനാരോഗ്യ മേഖല, കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ മേഖലയിൽ ഏറ്റവും ആദ്യം പറയേണ്ട പേരുകൾ. അതുപോലെ ഡോക്ടർ സുൽഫി നൂഹു, ഒരു ആരോഗ്യവകുപ്പിൽ പ്രവർത്തിക്കുന്ന ഒരു ഡോക്ടർ എന്നുള്ളതിനേക്കാൾ ഉപരി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ ഒരു ലീഡറും ഒരു പബ്ലിക് ഹെൽത്ത് ആക്ടിവിസ്റ്റും സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റും ഒക്കെ ആയിട്ടുള്ള ഡോക്ടർ സുൽഫി, അങ്ങനെ 3 പ്രമുഖരായിട്ടുള്ള വ്യക്തികളാണ് നമ്മുടെ കൂടെ ഇന്ന് ചർച്ചയ്ക്കുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് തുടങ്ങേണ്ടത് തന്നെ ഇക്കാര്യത്തിൽ പൊതുജനാരോഗ്യത്തെക്കുറിച്ചുള്ളൊരു ധാരണ എന്താണെന്നുള്ളത്. പൊതുജനാരോഗ്യത്തെക്കുറിച്ച് പൊതുജനങ്ങൾക്കുള്ള ധാരണ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കും മാധ്യമങ്ങളും എല്ലാവരും തന്നെ പൊതുജനാരോഗ്യം എന്ന് പറയുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ അവർ അർത്ഥമാക്കുന്നത്, അല്ലെങ്കിൽ അതിലെന്താണ് അതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണ് ഉൾക്കൊള്ളേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ചർച്ച തുടങ്ങാം. ആദ്യം രാമൻകുട്ടി സാറിലേക്ക് പോകാം. പൊതുജനാരോഗ്യം എന്താണ് എന്ന് ചോദിച്ചാൽ അതിന് പല ഉത്തരങ്ങളും ലഭിക്കും. അത് പക്ഷേ അത് കേരളത്തിൻ്റെ മാത്രം പ്രത്യേകതയല്ല. പൊതുവേ ലോകത്ത് എവിടെ പോയാലും ഇത് ഇങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. അതായത് എന്താണ് പൊതുജനാരോഗ്യം എന്നുള്ളതിനെക്കുറിച്ച് പലർക്കും പല ധാരണയാണ്. പൊതുജനങ്ങളെ സംബന്ധിച്ചോളം ആശുപത്രി സൗകര്യങ്ങളാണ് പൊതുജനാരോഗ്യം എന്നാണ് അവർ കൂടുതലായിട്ടും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തുകളുടെ പ്ലാനുകളൊക്കെ എടുത്ത്, ആരോഗ്യ പ്ലാനുകളൊക്കെ നോക്കിയാൽ അവർക്ക് ബെഡ് കൂട്ടണം, പുതിയ സൗകര്യങ്ങൾ വേണം, അതാണ് അവരുടെ. അതിൽ തെറ്റൊന്നുമില്ല. കാരണം ആളുകൾക്ക് തീർച്ചയായിട്ടും രോഗം വരുമ്പോൾ ആശുപത്രി തന്നെയാണ് ശരണം. പൊതുജനാരോഗ്യം പക്ഷേ അതിനപ്പുറം സമൂഹത്തിൻ്റെ ആരോഗ്യമാണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ സയൻറ്റിഫിക്കായിട്ട് ശാസ്ത്രീയമായിട്ട് പറഞ്ഞാൽ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം രോഗിയാണ് പ്രധാനം. പക്ഷേ പൊതുജനാരോഗ്യ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുമ്പോൾ സമൂഹമാണ് പ്രധാനം. അതിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. കാരണം ചിലപ്പോൾ ഒരാൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കില്ല സമൂഹത്തിന് വേണ്ടി ചെയ്യേണ്ടത്. അത് സമയക്കുറവുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. സാധാരണ നമ്മുടെ ചികിത്സ പൊതുജനാരോഗ്യ ഇൻ്റർവെൻഷൻ തമ്മിൽ അങ്ങനെയുള്ള ഒരുപാട് കോൺഫ്ലിക്റ്റുകളുണ്ട്. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഇതിൽ വേറൊരു വശം കൂടിയുണ്ട്. കാരണം പൊതുജനാരോഗ്യ ചില വിഷയങ്ങളുണ്ട് ലോകത്ത്. പൊതുജനാരോഗ്യം, ഇക്കണോമിക്സ്, എല്ലാവർക്കും ഒരു എന്തെങ്കിലും അഭിപ്രായം കാണും. അവർ വിചാരിച്ചിരിക്കുന്ന അതാണ് അവസാനത്തെ അഭിപ്രായം. എന്ത് ബാഗ് ഇപ്പം നിങ്ങൾ നമ്മുടെ TV ചർച്ചയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ
എല്ലാവർക്കും എക്കണോമിക് പോളിസിയെക്കുറിച്ച് വളരെ ഡെഫിനറ്റായിട്ട് അഭിപ്രായങ്ങളുണ്ട്. അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ള അതിന് ഞാൻ കുറ്റം പറയില്ല, ആർക്കും അഭിപ്രായം പറയാനുള്ള അവകാശമൊക്കെയാണ്. പക്ഷേ പൊതുജനാരോഗ്യത്തിന് വളരെ ഡെഫിനറ്റായിട്ടുള്ള ഒരു സയൻറ്റിഫിക് ബേസിസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മറന്നുപോയി കൂടാ, അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എന്താണെന്ന് നിർവചിക്കാൻ പ്രയാസമാണ്. പക്ഷേ പൊതുവേ സമൂഹത്തിൻ്റെ ആരോഗ്യം എന്ന് ഒറ്റ വാക്കിൽ പറയാം എന്ന് തോന്നുന്നു. അതായിരിക്കണം അതിൻ്റെ ഒരു അപ്രോച്ച്. തീർച്ചയായിട്ടും. അതായത് ഒരു വ്യക്തിയുടെ ആരോഗ്യത്തിന് ആ വ്യക്തി സ്വയം നിർവഹിക്കുന്നതിനേക്കാൾ കൂടുതൽ സമൂഹം സംഘടിതമായിട്ട് ആ വ്യക്തിയുടെ ആരോഗ്യം പോഷിപ്പിക്കാനായിട്ട് ചെയ്യുന്ന ഇടപെടലുകളാണ് യഥാർത്ഥത്തിൽ പൊതുജനാരോഗ്യം. ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളും ഇതിനെക്കുറിച്ചുള്ള ഈ ഒരു ആശയം ഒരു വളരെ കോൺക്രീറ്റ് രൂപത്തിലേക്ക് വരുന്നത് 19-ാം നൂറ്റാണ്ടിൽ നമുക്കറിയാവുന്നതുപോലെ ഇപ്പോൾ അപ്പർ സെലാസിയ റിപ്പോർട്ട്, റുഡോൾഫ് വിർക്കോടെ അപ്പർ സെലാസിയ റിപ്പോർട്ടും, അതുപോലെ എംഗൽസിൻ്റെ ഇംഗ്ലണ്ടിലെ തൊഴിലാളികളുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള റിപ്പോർട്ടും, അതിനുശേഷം 1848 വന്ന പബ്ലിക് ഹെൽത്ത് ആക്ട്, ഇംഗ്ലണ്ടിലെ പബ്ലിക് ഹെൽത്ത് ആക്ട്, അതിലായിരുന്നു കൃത്യമായിട്ട് പൊതുജനാരോഗ്യം എന്നത് ഒരു സ്റ്റേറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി ആകുന്ന രീതിയിൽ നിർവചിച്ചുകൊണ്ടും ഒരുവൻ്റെ ആരോഗ്യം മറ്റുള്ളവരുടെയും കൂടെ ചുമതലയാണ്, ഉത്തരവാദിത്തമാണ് എന്നുള്ള നിലയ്ക്ക് വ്യാഖ്യാനിച്ചുകൊണ്ടും അതിനുള്ള കൃത്യമായ നിയമങ്ങൾ രൂപപ്പെട്ടത് 1848 ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു നാഴികക്കല്ല് എന്ന് പറയാവുന്ന ഘട്ടമായിരുന്നു 1848 ഇംഗ്ലണ്ടിലെ പൊതുജനാരോഗ്യ ബില്ല് നിയമം. അതിനുശേഷം നിരവധി ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ രോഗപ്രതിരോധത്തിൻ്റെ കാര്യത്തിലും ആരോഗ്യ പ്രോത്സാഹനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ തന്നെ നിരവധി ഇടപെടലുകൾ ലോകം മുഴുവൻ ഉണ്ടായിട്ടുണ്ട്. അതിനൊരു മൂർത്ത രൂപം പ്രാപിക്കുന്നത് ഈ 20-ാം നൂറ്റാണ്ടിൽ ലോകാരോഗ്യ സംഘടനയുടെ സ്ഥാപനത്തോടു കൂടിയാണ്. 1948 എല്ലാവർക്കും ആരോഗ്യം, ഹെൽത്ത് ഫോർ ഓൾ എന്നുള്ള ഒരു ഡിക്ലറേഷനോടുകൂടി തന്നെയായിരുന്നു ലോകാരോഗ്യ സംഘടന സ്ഥാപിച്ചത്. അതിൻ്റെ ഭരണഘടനയുടെ പ്രിയാമ്പിൾ തന്നെ വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ അവസാനത്തെ മനുഷ്യനും ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള അവകാശം ഉറപ്പുവരുത്തുക എന്നുള്ളത് തന്നെയാണ്. അതാണ് പൊതുജനാരോഗ്യത്തിൻ്റെ യഥാർത്ഥ ആഴത്തിലുള്ള അർത്ഥം. അപ്പോൾ നമുക്ക് ഇക്കാര്യത്തിൽ സമീപകാലത്ത് കേരളം നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണ്, പൊതുജനാരോഗ്യ മേഖലയിൽ കേരളം നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ച് മോഹൻലാൽ സാറ്. രാമൻകുട്ടി സാറ് പറഞ്ഞ് നിർത്തിയിടത്തു നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. മാത്രമല്ല നമ്മുടെ ഇന്നത്തെ ഡിസ്കഷൻ്റെ ടൈറ്റിലായിട്ട് കൊടുത്തിരിക്കുന്നത് പനി വരുമ്പോൾ മതിയോ പൊതുജനാരോഗ്യം എന്നുള്ളതാണ്. അപ്പോൾ അതിലെൻ്റെ വ്യക്തിപരമായ അല്ലെങ്കിൽ പൊതുജനാരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ ഒരുപക്ഷെ പൊതുജനാരോഗ്യ നടപടികൾ ഒട്ടും ചെയ്യാൻ പാടില്ലാത്ത ഒരു സമയം പനി വരുമ്പോഴാണ്. പനി വരുമ്പോൾ ആരോഗ്യ ഇടപെടലുകളാണ് വേണ്ടത്, ആരോഗ്യ സേവന ഇടപെടലുകൾ, ഹെൽത്ത് കെയർ ഇൻ്റർവെൻഷൻസാണ് പനി വരുമ്പോൾ വേണ്ടത്. പനി വരുമ്പോഴല്ല പൊതുജനാരോഗ്യ ഇടപെടലുകൾ വേണ്ടത്. പൊതുജനാരോഗ്യ ഇടപെടലുകളുടെ പ്രസക്തി എന്ന് പറയുന്നത് പനി വരാതിരിക്കാനും പനി എപ്പോൾ വരും എന്ന് പ്രവചിക്കാനും വരാൻ പോകുന്ന പനി ഏതായിരിക്കുമെന്ന് പ്രവചിക്കാനും അതിനെന്തൊക്കെ മുൻകരുതലെടുക്കണമെന്നും എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ ഉണ്ടാക്കി വയ്ക്കണമെന്നും പനി വന്നാൽ എന്ത് ചെയ്യണമെന്നും ഒക്കെ കാലേ കൂട്ടി ചിന്തിച്ച് വളരെ പ്രാമാണികമായ രേഖയുണ്ടാക്കി വെച്ച് അതിൻപടി പ്രവർത്തിക്കുന്നതാണ് പൊതുജനാരോഗ്യം. നമ്മുടെ ഇവിടെ നിങ്ങൾ എന്നോട് ചോദിക്കുന്നു ഒരു പനി അല്ലെങ്കിൽ ഒരു എപ്പിഡമിക് പടർന്നു പിടിക്കുമ്പോൾ എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ വളരെ സിമ്പിളായിട്ട് മറുപടി പറയും. ഇതെൻ്റെ വാചകമല്ല, എൻ്റെ അധ്യാപകനായ ഡോക്ടർ റിച്ചാർഡ് കാഷിൻ്റെ വാചകമാണ്. അദ്ദേഹം സാധാരണ പറയാറുണ്ടായിരുന്നു, ഒരു എപ്പിഡമിക് വരുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളതിൻ്റെ ഉത്തരം ആളുകൾ എന്തൊക്കെ ചെയ്യുന്നു എന്ന് നോക്കുക, അതൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത്. ആ സമയത്ത് എന്തൊക്കെയാണോ ആളുകൾ ചെയ്യുന്നത്, ആളുകളെ പുറത്തിറങ്ങി നടക്കാൻ സമ്മതിക്കാതിരിക്കുക, ആളുകളെ ഭീഷണിപ്പെടുത്തുക, അത് ചെയ്യുക, ഇത് ചെയ്യുക, ഇതെല്ലാം ആളുകളെ സ്കെയർ ചെയ്ത് പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ബേസിക്കലി അടിസ്ഥാനപരമായി നമുക്ക് പറ്റിയിരിക്കുന്ന ഒരു പ്രശ്നം നമ്മൾ ആരോഗ്യവും പൊതുജനാരോഗ്യവും തമ്മിൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഇൻ്റർവെൻഷൻസ്, ആരോഗ്യ ഇടപെടലുകളെയും പൊതുജനാരോഗ്യവും തമ്മിൽ കൺഫ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു ഡൈക്കോട്ടമി, ചികിത്സിക്കുന്ന ഡോക്ടറും പബ്ലിക് ഹെൽത്തിൽ നിൽക്കുന്ന ഒരു ഡോക്ടറും അത് രണ്ടും രണ്ടാണ് എന്നൊരു ധാരണ ആളുകൾക്കുണ്ട്. വാസ്തവത്തിൽ അങ്ങനെ ഒരു ഡൈക്കോട്ടമി ഇല്ല. ഞാനൊരു TB പേഷ്യൻറ്റിനെ ചികിത്സിക്കുമ്പോൾ ഈ TB, അപ്പോൾ എനിക്ക് സാധാരണ നിലയിൽ ഞാൻ ഒരു പ്രാക്ടീസിങ് ഫിസിഷ്യൻ എന്നുള്ള നിലയിൽ എനിക്ക് ഒരു ഒരു കോൺട്രാക്റ്റ് ഉള്ളത് ആ പേഷ്യൻറ്റുമായിട്ട് മാത്രമാണ്. അപ്പോൾ പേഷ്യൻറ്റിനെ ചികിത്സിക്കുമ്പോൾ എനിക്ക് എൻ്റെ ബോധതലത്തിൽ വേറൊരു ചിന്ത കൂടെ വരണം. ഈ അസുഖത്തിന് വേറൊരു പൊതുജനാരോഗ്യ പ്രസക്തി കൂടെ ഉണ്ട്. ഇയാൾ പ്രോപ്പറായിട്ട് ചികിത്സ എടുത്തില്ലെങ്കിൽ ഇയാളിൽ നിന്നുള്ള രോഗാണുബാധ ബാക്കിയുള്ള ആളുകൾക്കും കിട്ടാം,
അങ്ങനെ മറ്റുള്ളവർക്കും TB വരാം എന്ന് ഞാൻ ചിന്തിക്കുന്ന നിമിഷം എന്നിലെ ഫിസിഷ്യൻ്റെ കൂടെ ഒരു പൊതുജനാരോഗ്യ പ്രവർത്തകൻ കൂടി ഉണ്ടായി. അൺഫോർച്ചുനേറ്റ്ലി, അല്ലെങ്കിൽ നിർഭാഗ്യവശാൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് അത്തരത്തിലുള്ളൊരു ചിന്തയല്ല. മിക്കവാറും നമ്മുടെ ഡോക്ടർമാരൊക്കെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ ഒരു വശത്തും പൊതുജനാരോഗ്യ പ്രവർത്തകരായ ഡോക്ടർമാർ മറുവശത്തും ഉണ്ട് എന്നുള്ളതാണ് ഇന്ത്യയിലെയും കേരളത്തിലെയൊക്കെ ദുഃഖകരമായൊരവസ്ഥ. പല വെസ്റ്റേൺ കൺട്രീസിൽ നമ്മൾ പോയാൽ പൊതുജനാരോഗ്യ പ്രവർത്തകർ എന്ന് പറയുന്ന ഡോക്ടേഴ്സ് പ്രാക്ടീസിങ് ഡോക്ടേഴ്സാണ്. പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടേഴ്സ് തന്നെ പൊതുജനാരോഗ്യ പ്രവർത്തകരുമാണ്. അപ്പോൾ ഡൈക്കോട്ടമി ഇല്ല. ഇവിടെയാണ് ഈ ഡൈക്കോട്ടമി ഉള്ളത്. ഒരു മിനിറ്റ് കേരളത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, കേരളത്തിൽ നമ്മൾ ഈ ആരോഗ്യ സൂചികകളെക്കുറിച്ചും കേരളത്തിൻ്റെ നേട്ടങ്ങളെക്കുറിച്ചുമൊക്കെ എവിടെ പോയാലും വളരെ വാചാലമായി നമ്മൾ, അത് ഇന്നും ഇന്നലെയും തുടങ്ങിയൊന്നുമല്ല, ഒരു സർക്കാരിൻ്റെ കാലത്ത് ഒന്നും തുടങ്ങിയതല്ല. പണ്ട് മുതലേ നമ്മൾ കേരളം നമ്പർ 1 ആണ്. അത് ശരിയുമാണ്. ആരോഗ്യ സൂചികകളെടുത്ത ഒരു പക്ഷേ പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങളുടെയൊക്കെ സൂചികകൾ നമ്മൾ ഒരു 10 കൊല്ലം മുമ്പേ നേടിയെടുത്തതാണ്. പക്ഷേ ഈ ആരോഗ്യ സൂചികകൾക്ക് പിന്നിൽ ഞാനും ഡോക്ടർ സുൽഫി മൽത്താഹും ഒക്കെ ചേരുന്ന ഡോക്ടർമാരോ ആരോഗ്യ പ്രവർത്തകരോ അല്ല എന്ന് ഞാൻ പറയുമ്പോൾ അത് വിരോധാഭാസമായിട്ട് തോന്നും. പക്ഷെ അതാണ് വാസ്തവം. ഡോക്ടർമാരോ ആരോഗ്യ പ്രവർത്തകരോ അല്ല ഈ നമ്മുടെ കേരളത്തിൽ ആരോഗ്യ സൂചികകൾ നേടിയെടുത്തത്. ഒരു സംസ്ഥാനത്തിൽ ആളുകൾക്ക് ആഹാരം ഉണ്ടെങ്കിൽ, ആഹാരം കിട്ടാൻ കൃഷിയിടങ്ങളുണ്ടെങ്കിൽ, കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു അഗ്രേറിയൻ കൾച്ചർ അവിടെ ഉണ്ടെങ്കിൽ, ഒരു പൊതുവിതരണ സമ്പ്രദായം ഉണ്ടെങ്കിൽ, എല്ലാവർക്കും ആഹാരം കിട്ടുമെങ്കിൽ, ഉറപ്പായി തൊഴിൽ കിട്ടുമെങ്കിൽ, തൊഴിൽ സ്ഥിരതയുണ്ടെങ്കിൽ, വിദ്യാഭ്യാസ സ്ഥിരതയുണ്ടെങ്കിൽ, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കിട്ടിയാൽ, എല്ലാത്തിനും ഉപരി ഒരു സാമൂഹ്യമായ ആക്ടിവിസം, സോഷ്യൽ ജസ്റ്റിസിലൂന്നിയ, സാമൂഹ്യ നീതിയിലൂന്നിയ ഒരു ആക്ടിവിസം ഉണ്ടെങ്കിൽ ആ സമൂഹം നന്നാവും. അതാണ് കേരളത്തിൽ കണ്ടത്. കേരളത്തിൽ പണ്ട് പോലെ നമ്മുടെ ഭൂപരിഷ്കരണ നിയമങ്ങൾ വന്നു. കർഷക തൊഴിലാളി എന്ന് മാറി എല്ലാവർക്കും ലാൻഡ് ഓണേഴ്സായി. നമ്മുടെ പൊതുവിതരണ ശൃംഖല വന്നു. പട്ടിണി കിടക്കേണ്ടാത്ത അവസ്ഥ വന്നു. അപ്പോൾ നോക്കണം, ഇതെല്ലാം സ്ത്രീ സാക്ഷരത വന്നു. ഒരു വിദ്യാഭ്യാസമുള്ള സ്ത്രീ തന്നെത്താൻ ടേക്ക് കെയർ ചെയ്യുമെന്ന് മാത്രമല്ല, അവർക്ക് ജനിക്കുന്ന ഗർഭകാലത്ത് ഉള്ള ശുശ്രൂഷയും അവർക്ക് ജനിക്കുന്ന കുഞ്ഞിനെയും കൂടുതൽ ഇത് ചെയ്യുമെന്നുള്ളത് കൊണ്ട് ഈ ആരോഗ്യ സൂചികകളെല്ലാം ഉയരും. അപ്പോൾ ഞാൻ പറഞ്ഞു നിർത്തുന്നത്, ഈ ആരോഗ്യ സൂചികകളുടെ പിന്നിൽ എന്താണ് എന്ന് ചോദിച്ചാൽ, ഒരു 10 ഘടകങ്ങൾ എടുത്താൽ 10ാമത്തെ ഘടകമായി ഞങ്ങൾ ഒരു ആരോഗ്യ പ്രവർത്തകരും ആശുപത്രികളും ഡോക്ടർമാരും ഒക്കെ വരും. ചുരുക്കി പറഞ്ഞാൽ, ആരോഗ്യം വാങ്ങിക്കുന്നത് ആശുപത്രിയിൽ നിന്നല്ല. നിങ്ങൾ ആരോഗ്യം വാങ്ങിക്കാൻ ആശുപത്രിയിലോട്ട് പോകരുത്. ആരോഗ്യം ആശുപത്രിക്ക് പുറത്താണ്. ആശുപത്രിയിൽ ആരോഗ്യമുള്ള ആളുകൾ വരികയില്ല, ആരോഗ്യം ഇല്ലാത്തവരാണ് വരുന്നത്. ആരോഗ്യം ഇച്ചിരി കൂടെ ആരോഗ്യം മെച്ചപ്പെട്ടു പോകും. സോ നമ്മുടെ കോൺസെപ്റ്റ് മാറണം. കോൺസെപ്ച്വലി ആദ്യം രാമൻകുട്ടി സാറ് വളരെ ചുരുക്കി വളരെ ക്രിസ്പായിട്ട് പറയുന്ന കൂട്ടത്തിലാണ്. സാർ ആദ്യമേ പറഞ്ഞു ആശുപത്രിയിലല്ല ആരോഗ്യം. സോ അതാണ് ഞാൻ ഇച്ചിരി കൂടെ പരത്തി പറഞ്ഞത്. ആശുപത്രിയിലല്ല ആരോഗ്യം, ആരോഗ്യം വെളിയിലാണ്. അപ്പോൾ നമ്മുടെ ചിന്തയുടെ തലങ്ങളിൽ തന്നെ വ്യത്യാസം വരേണ്ടതുണ്ട്. താങ്ക് യു. അതിൽ ഇപ്പോൾ മോഹൻലാൽ സാർ പറഞ്ഞതിന് ഒന്നുകൂടെ നമുക്ക് വളരെ ക്രിസ്പായിട്ട് ഒന്നുകൂടെ കോംപ്രിഹെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, പൊതുജനാരോഗ്യം സമം ആരോഗ്യം എന്നുള്ളൊരു ധാരണ ഉണ്ട്. ആരോഗ്യം സമം ചികിത്സ, രോഗചികിത്സ, രോഗം വന്ന് ചികിത്സിക്കുന്നതാണ് ആരോഗ്യം എന്നുള്ളൊരു കാഴ്ചപ്പാട്. ഇത് രണ്ടും തിരുത്തിക്കൊണ്ടാണ് മോഹൻലാൽ സാർ പറഞ്ഞത്. അതുപോലെ നേരത്തെ രാമൻകുട്ടി സാർ സൂചിപ്പിച്ചതും. അപ്പം ആരോഗ്യം എന്നാൽ ചികിത്സ മാത്രമല്ല, ആരോഗ്യം എന്നാൽ രോഗം വരാതിരിക്കുന്നത് മാത്രമല്ല, ആരോഗ്യം എന്നാൽ ഒരാളുടെ ക്രിയാത്മകമായിട്ട് സർഗാത്മകമായി പ്രവർത്തിക്കാനുള്ള ശേഷി, അത് ശാരീരികവും മാനസികവും സാമൂഹികവുമായിട്ടുള്ള ഒരു സുസ്ഥിതിയാണ് കൃത്യമായ നിർവചനം ആരോഗ്യത്തെക്കുറിച്ചുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ആ ധാരണ, പൊതുധാരണ ഒന്ന് തിരുത്തി എഴുതപ്പെടേണ്ടത് എന്നുള്ളതാണ് മോഹൻലാൽ സാർ സൂചിപ്പിച്ചത്. ആരോഗ്യമെന്നാൽ കുറേ ആശുപത്രികൾ, ഏറ്റവും കൂടുതൽ ആശുപത്രിയുള്ള രാജ്യമോ പ്രദേശമോ അല്ല ഏറ്റവും ആരോഗ്യമുള്ള പ്രദേശം. അതുപോലെ ഏറ്റവും കൂടുതൽ ഡോക്ടർമാരോ ആരോഗ്യ പ്രവർത്തകരോ അല്ല ഇതിൻ്റെ മാനദണ്ഡം എന്നുള്ളതാണ്. ഇനി ഈ കേരളം ഇപ്പോൾ നേരിടുന്ന പൊതുജനാരോഗ്യ മേഖലയിലെ വെല്ലുവിളികളെക്കുറിച്ചും അതുപോലെ വർത്തമാനകാല മറ്റ് യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചും ഡോക്ടർ സുൽഫി നുഹു. താങ്ക് യു. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഈ ഒരു പൊതുജനാരോഗ്യ വിഷയം ഈ ഒരു വേദിയിലും കൂടെ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ല കാര്യമാണ്. ഞാനിങ്ങോട്ട് കടന്നു വരുമ്പോൾ മറ്റെല്ലാ ഇടത്തും വളരെ സദസ്സൊക്കെ നിറഞ്ഞു കവിഞ്ഞ് പോകുന്നുണ്ട്. പൊതുജനാരോഗ്യം കേൾക്കാനുള്ള ആൾക്കാരുടെ എന്താ പറയുക, ആ ഒരു ആകാംക്ഷ തീർച്ചയായിട്ടും കുറവായിരിക്കും. എങ്കിൽ പോലും അങ്ങനെ ഒരു വേദി ഒരുക്കുന്നത് നല്ല കാര്യം. ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, ഈ പറഞ്ഞാൽ പൊതുജനാരോഗ്യം എന്താണ്, മറ്റ് നമ്മുടെ ചികിത്സ എന്താണെന്നുള്ളത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഞാനൊരു ENT സർജൻ എന്നുള്ള രീതിയിൽ ഞാൻ ടോൺസിലൈറ്റിസിനെ ചികിത്സിക്കും.
കേരളത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തോ മങ്കി പോക്സ് 1-2 പേർക്ക് വരുന്നത് പൊതുജനാരോഗ്യ പ്രശ്നമല്ലാത്ത ഒരു പ്രശ്നമാണ്. പൊതുജനാരോഗ്യ പ്രശ്നം ആയി മാറണമെങ്കിൽ ഇവിടുത്തെ റോഡ് ട്രാഫിക് ആക്സിഡൻറ്റുകളുടെ എണ്ണം നമുക്ക് നോക്കുമ്പോൾ അതൊരു പൊതുജനാരോഗ്യ പ്രശ്നമായിട്ട് നമുക്ക് കണക്കാക്കാം. പക്ഷേ ഏതെങ്കിലും ഒരു കോണിൽ വരുന്ന ഒരു സിംഗിൾ ഔട്ട് ബ്രേക്ക് ഓഫ് മങ്കി പോക്സ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ ഒരു ഇൻഫെക്ഷൻ വരുന്ന കാര്യം ഒരു പൊതുജനാരോഗ്യ പ്രശ്നമായിട്ട് നമുക്ക് പലപ്പോഴും അതിനെ മാറ്റി ചിന്തിക്കുന്ന ഒരു രീതിയുണ്ട്. ഈ മോഹൻലാൽ സാർ പറഞ്ഞതിനോട് പരിപൂർണ്ണമായിട്ട് യോജിപ്പാണ്. ഈ പനി വരുമ്പോഴല്ല നമ്മൾ പനിയെപ്പറ്റി ആലോചിക്കാനുള്ളത്. നമുക്ക് ഏറ്റവും പ്രാധാന്യത്തോടെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്കെപ്പോഴും കേരളത്തിൻ്റെ ഒരു പ്രശ്നം, ഒരു പക്ഷേ ഭാരതത്തിൻ്റെ മൊത്തം പ്രശ്നം നമുക്കെപ്പോഴും ഷോർട്ട് ടേം അജണ്ടാസാണ്. അടുത്ത 5 കൊല്ലം അല്ലെങ്കിൽ അടുത്ത പാർലമെൻറ്റ് ഇലക്ഷൻ അല്ലെങ്കിൽ നിയമസഭാ ഇലക്ഷൻ മാത്രമാണ് നമ്മുടെ ഒരു ടാർഗറ്റ്. അത് കാലാകാലങ്ങളായിട്ട് അത് നമുക്കെപ്പോഴും ധാരാളം ദൂഷ്യം പലതവണ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ശരിക്കും നമ്മുടെ ലക്ഷ്യം 2050 ആയിരിക്കണം, ഒരുപക്ഷെ അടുത്ത നൂറ്റാണ്ടായിരിക്കണം. നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു ആദ്യത്തെ ഒരു പ്രശ്നം തോന്നുന്നു. ഇതിനോടനുബന്ധിച്ച് പറയുമ്പോൾ പലപ്പോഴും കുറച്ചൊരു കോൺട്രവേഴ്സ്യലായ കാര്യമായിട്ട് പലരും പറയപ്പെടുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമുക്കൊരു ദീർഘവീക്ഷണം വേണം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ പൊളിറ്റിക്കലായിട്ട് നമ്മൾ ഒരുപാട് പേര് എതിർപ്പ് പ്രകടിപ്പിക്കുമ്പോൾ പോലും കേരളത്തിലെ അല്ലെങ്കിൽ തിരുവിതാംകൂറിലെ രാജഭരണം ആരോഗ്യ മേഖലയ്ക്ക് ഉണ്ടാക്കിയ മുതൽക്കൂട്ട് അല്ലെങ്കിൽ അവരുണ്ടാക്കിയ ദീർഘവീക്ഷണം നമ്മളിൽ പലർക്കും ഇപ്പോഴും ഇല്ല എന്നുള്ളൊരു വസ്തുതയാണ്. അവർ നിങ്ങളെ മറ്റ് പൊളിറ്റിക്കൽ റീസൺസ് കൊണ്ട് എതിർക്കുകയോ സപ്പോർട്ട് ചെയ്യുകയോ ഒക്കെ ചെയ്യാമായിരിക്കാം. പക്ഷേ ഈ ഒരു കാര്യത്തിൽ അവരുടെ ഒരു ദീർഘവീക്ഷണം കേരളത്തിന്, ഭാരതത്തിനും തിരുവനന്തപുരത്തിന് പ്രത്യേകിച്ചും ഉണ്ടാക്കിയ നേട്ടങ്ങൾ അവരുടെ ഒരു ലോങ് ടേം വിഷൻ്റെ ഭാഗമാണ്. അത്ര ഒരു വിഷൻ നമുക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു സത്യാവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങൾ എപ്പോഴും 2050 ആയിരിക്കണം. 2050 പനി വരുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ പനി വരുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ പനിയിൽ മറ്റെന്ത് സാംക്രമിക രോഗമോ മറ്റ് അസുഖമോ വരുമ്പോൾ നമ്മൾ എങ്ങനെ നേരിടണം എന്നുള്ളതിനെ കുറിച്ചായിരിക്കണം. അതിനും അപ്പുറം ഞാൻ പറയും 2050 പോലും ഒരു എന്താ പറയുക ഷോർട്ട് ടേം അല്ലെങ്കിൽ എന്താ പറയുക ഒരു വളരെ ലോങ് ടേം എന്ന് പറയുമ്പോൾ അടുത്ത നൂറ്റാണ്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നതാണ്. ഈ പറഞ്ഞ മാതിരി കേരളത്തിൻ്റെ ഹെൽത്ത് ഇൻഡിസസ് നമുക്ക് ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ നൽകുന്നുണ്ടെങ്കിലും ശരിക്കും ഒന്ന് വീക്ഷണം ചെയ്യുമ്പം ശരിക്കും അതൊരു പോസിറ്റീവ് അല്ലാന്ന് പല കാര്യങ്ങളും നമുക്ക് പറയാൻ കഴിയും. എസ്പെഷ്യലി ഇൻഫെക്ഷൻസിൻ്റെ കാര്യത്തിൽ നമുക്ക് പല ക്രൈറ്റീരിയാസിലും വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു വലിയ പ്രതീക്ഷ 2050 അടുത്ത നൂറ്റാണ്ടിലും എത്തുമ്പോൾ എന്ത് ചെയ്യാൻ കഴിയും, നമ്മൾ ഇതേ ഒരു കേരളത്തിൻ്റെ മോഡൽ വളരെ ഒരു ശക്തമായി നിലനിൽക്കുമോ എന്നുള്ളതിനെക്കുറിച്ച് പലർക്കും ആശങ്കയുണ്ടെന്നുള്ളൊരു വസ്തുത. ഒരു കാര്യം കൂടി എനിക്ക് അടിസ്ഥാനപരമായിട്ട് പറയാൻ, ഇതിനെല്ലാം പനി വരുമ്പോൾ ചിന്തിക്കുന്നതിനപ്പുറം പനിക്ക് മുമ്പ് വളരെ ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒറ്റ കാര്യമുള്ളൂ: പണത്തിന് മേൽ പരുന്തും പറക്കില്ല. പണമില്ലാത്തതാണ് കേരളത്തിലെ ആരോഗ്യ മേഖല അല്ലെങ്കിൽ ഇന്ത്യയിലെ ആരോഗ്യ മേഖല നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലെന്നുള്ളത് യാതൊരു സംശയമില്ല. കാരണം എന്താണെന്നറിയാവോ? ഇവിടെ പണമില്ലെന്ന് ചോദിച്ചാൽ ഇവിടെ വലിയ ആശുപത്രികളുണ്ട്, ചെയിൻ ഓഫ് കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ട്, കുഞ്ഞു ഹോസ്പിറ്റൽസ് ഉണ്ട്. അതൊന്നും അല്ല. നമ്മുടെ വികസ്വര രാജ്യങ്ങളിലോ വികസിത രാജ്യങ്ങളിലോ ആരോഗ്യ മേഖലയ്ക്ക് നൽകുന്ന GDPയുടെ ഒരു ചെറിയ ശതമാനം പോലും നമ്മുടെ ഭാരതത്തിലെ ആരോഗ്യ മേഖലയ്ക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അതൊരു വലിയൊരു ചലഞ്ചാണ്. 2050 അടുത്ത നൂറ്റാണ്ടിലും നമ്മുടെ കേരളം ഈ ഒരു മോഡലായിട്ട് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ബേസിക് കാര്യം മാറിയേ പറ്റൂ. ഇപ്പോഴും 1%, 1.6, 1.4 ഒക്കെ നിൽക്കുമ്പോൾ അത് നമ്മുടെ ഹെൽത്ത്, സാനിറ്റേഷൻ, ഡ്രിങ്കിങ് വാട്ടർ, ആ കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർന്നിട്ടുള്ള ഒരു കണക്കാണ് ഈ 1.6 GDP തരുന്നത്. 5% ആയിരിക്കണം. GDPയുടെ 5%. എല്ലാ വികസിത രാജ്യങ്ങളിലും ഡെവലപ്ഡ് കൺട്രീസിലെല്ലാം 5% GDP ആണ് ആരോഗ്യ മേഖലയിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നത്. അത് നമ്മൾ കേരളത്തിലെങ്കിലും ചെയ്തില്ലെങ്കിൽ തീർച്ചയായും 2050 അടുത്ത നൂറ്റാണ്ടോ എത്തുമ്പോൾ നമുക്ക് ഈ ചലഞ്ച് നേരിടാൻ കഴിയില്ല. അതുകൊണ്ട് ആരോഗ്യ മേഖലയിൽ ഉണ്ടാകുന്ന ധനം അത് ഇപ്പം നോക്കണം. നമ്മുടെ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ, നമ്മുടെ ഓരോരുത്തരും ചിലവാക്കുന്ന പൈസയുടെ എണ്ണം അല്ലെങ്കിൽ അതിൻ്റെ എമൗണ്ട് നമുക്ക് താങ്ങാൻ പറ്റുന്നതിനൊക്കെ അപ്പുറമാണ്. ഈ 2 മേഖലകൾ നമ്മൾ ലോങ് ടേം ടാർഗറ്റും നമ്മുടെ GDP അലോക്കേഷനിലും മാറുമ്പോൾ തന്നെ പനി ഒരു പ്രശ്നമല്ലാതെ മാറും. പനിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ട് വരും. ആമുഖമായിട്ട് എനിക്ക് ഇത്രയാണ് പറയാനുള്ളത്. ഡോക്ടർ സുൽഫി പറഞ്ഞതിനോട് 1-2 ക്ലാരിഫിക്കേഷൻ കൂടെ എനിക്ക് ചോദിക്കാൻ തോന്നുന്നു. ഒന്ന്, പ്രത്യേകിച്ചൊരു സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് സുൽഫിയോട് ചോദിക്കാനുള്ളത്, നമുക്കിപ്പം ഒരേ സമയം വെല്ലുവിളികളുണ്ട്, ആരോഗ്യ മേഖലയിൽ ഒരുപാട് വെല്ലുവിളി നേരിടുന്നുണ്ട്, അതേസമയം കുറച്ച് നേട്ടങ്ങളുണ്ട്. പക്ഷേ ഈ നേട്ടങ്ങൾ ഒരുപാട് പർവ്വതീകരിക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം പലരും പ്രകടിപ്പിക്കാറുണ്ട്, പ്രത്യേകിച്ച് ആരോഗ്യ പ്രവർത്തകർ തന്നെ. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് ഡോക്ടർ സുൽഫിക്ക് തോന്നുന്നത്? ആബ്സല്യൂട്ട്ലി ട്രൂ ആണ്. നമ്മളെപ്പോഴും വളരെ ഞാനൊക്കെ അങ്ങനെയുണ്ട്. ഇവിടെ നാഷണൽ മീഡിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ, എനിക്ക് നാഷണൽ മീഡിയ ആരും ഇല്ലല്ലോ, നാഷണൽ മീഡിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ കേരളത്തിനെക്കുറിച്ച് ഞാൻ എന്താ പറയുക അമിതാവേശം കൊണ്ട് തുള്ളിച്ചാടുന്ന മനുഷ്യനാണ്. അത് വേണം താനും. പക്ഷേ നമുക്കൊരു ഒരു ഇൻട്രോസ്പെക്ഷൻ നമുക്ക് ഇക്കാര്യത്തിൽ ഒരു ഇൻറ്റേർണൽ അസസ്മെൻറ്റ്, ഇൻട്രോസ്പെക്ഷൻ നമുക്ക് ആവശ്യമുണ്ടെന്നുള്ളത് യാതൊരു സംശയമില്ല. ഈ നേട്ടങ്ങൾ
നേട്ടങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് നോക്കിയാലും മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്സുകൾ നോക്കിയാലും ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് നോക്കിയാലും എന്ത് ഇൻഡെക്സ് നോക്കിയാലും നമ്മുടെ മേളിലാണ്. പക്ഷെ അത് സസ്റ്റെയിൻ ചെയ്തുകൊണ്ടോ ഈ റേറ്റ് ഓഫ് ദാറ്റ് ഗ്രോത്ത്, അതാണ് നമ്മുടെ പ്രശ്നം. റേറ്റ് ഓഫ് ദാറ്റ് ഗ്രോത്ത്, അതായത് നമ്മുടെ പബ്ലിക് ഹെൽത്തിൻ്റെ വിവിധ മേഖലകളിൽ നമുക്കുണ്ടാകുന്ന ഡെവലപ്മെൻറ്റിൻ്റെ റേറ്റ് അല്ലെങ്കിൽ ആ വെലോസിറ്റി അല്ലെങ്കിൽ ആ സ്പീഡ് മറ്റ് സംസ്ഥാനങ്ങളുമായിട്ടും മറ്റ് രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കൊരു ഭയമുണ്ടാകണം. ആ ഭയം നമുക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. നമ്മളിപ്പോഴും എന്താ പറയുക ഒരു എന്താ പറയുക സംതൃപ്തിയിലാണ് നമ്മൾ ആഘോഷിക്കുകയാണ് പല കാര്യങ്ങളിലും, പല നേട്ടങ്ങളിലും. നോക്കണം, നമ്മൾ പറയുന്നു നമുക്ക് വളരെ വളരെ ശക്തമായ വളരെ കൂടിയ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റിയാണ് നമ്മളിവിടെ കോവിഡ് വരാൻ കാരണമെന്ന് പറയുന്നു. ഒരുപാട് ആൾക്കാർ പുറത്തേക്കും അകത്തേക്കും കേരളത്തിൽ നിന്ന് വരുന്നത് കൊണ്ടാണെന്ന് നമ്മൾ പറയുന്നു. നമ്മൾ ധാരാളം ടെസ്റ്റുകൾ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ കോവിഡിന് ഒരുപാട് പോസിറ്റിവിറ്റി കണ്ടെത്തിയതെന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ പറയുമ്പോൾ പോലും എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? അത് കേരളത്തിൻ്റെ പ്രത്യേകതകളിൽ ഇത് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ? ഒരുപക്ഷെ നിപ്പ ഇവിടെ വരുന്നത്, നിപ്പ വരുമ്പോൾ എന്തുകൊണ്ട് നിപ്പ കേരളത്തിലേക്ക് എത്തിച്ചേരുന്നു? അതിന് മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൂടിയുണ്ടോ? നമ്മൾ ഈ പറയുന്ന ഫ്രൂട്ട് ബിസിനസ്സും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും മാത്രമാണോ എന്നുള്ളത് അവലോകനം. ബേസിക്കലി ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു ഇൻട്രോസ്പെക്ഷൻ ഉണ്ടാവുകയും ഈ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ പഠനങ്ങൾ ഉണ്ടാവുകയും ആ പഠനങ്ങൾക്ക് അനുസൃതമായിട്ട് നമുക്ക് ഒരു ലോങ് ടേം സ്ട്രാറ്റജി ഉണ്ടാക്കുകയും ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും. ഒന്ന്, ഈ ആരോഗ്യ മേഖലയിൽ, പൊതുജനാരോഗ്യ മേഖലയിൽ ഏതൊരു രാജ്യവും അവരുടെ കമ്മിറ്റ്മെൻറ്റ് ആദ്യം കാണിക്കേണ്ടത് അതിന് വേണ്ട ആവശ്യം വേണ്ട ബഡ്ജറ്ററി കമ്മിറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടായിരിക്കണം. ഇന്ത്യയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ലോകത്ത് തന്നെ ഏറ്റവും കുറവ് പൊതുവിഹിതം, ആരോഗ്യ മേഖലയ്ക്കുള്ള പൊതുവിഹിതം ഉള്ള രാജ്യം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കുറവുള്ളത് ഹെയ്റ്റി, സിയറ ലിയോൺ എന്നിങ്ങനെ 2 ചെറിയ കുഞ്ഞു രാജ്യങ്ങൾ. അത് കഴിഞ്ഞാൽ ഏറ്റവും കുറവ് സ്പെൻഡിംഗ് ഉള്ള രാജ്യം ഇന്ത്യയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1.2% മാത്രമായിരുന്നു കഴിഞ്ഞ കുറേ കാലങ്ങളെടുത്താൽ ഏറ്റവും കൂടിയ സ്പെൻഡിങ് ഈ കോവിഡ് സമയത്തുള്ള വാക്സിനേഷൻ ഉൾപ്പെടെ നമ്മുടെ സ്പെൻഡിങ്. അല്ലെങ്കിൽ സാധാരണഗതിയിൽ 1% GDP-യുടെ 1% മാത്രമാണ് ദേശീയ തലത്തിൽ. സംസ്ഥാനത്തിൻ്റെ കാര്യത്തിലും അതുതന്നെയാണ്, 1% താഴെ മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ കാര്യത്തിലുള്ള കമ്മിറ്റ്മെൻറ്റ്. മറ്റൊരു കാര്യം സൂചിപ്പിച്ചത്, ഇപ്പോൾ ഒരു വശത്ത് ചില പ്രശ്നങ്ങളെ നമുക്ക് വളരെയധികം പർവ്വതീകരിച്ച് ചർച്ച ചെയ്യപ്പെടും, അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യത്തോടൊപ്പമോ അതിനേക്കാൾ കൂടുതലോ ചർച്ച ചെയ്യപ്പെടുമ്പോൾ മറ്റ് ചില വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നാം ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നുണ്ട്. ഉദാഹരണത്തിന് ഇപ്പം നിപ്പയുടെ കാര്യം, 4 ഔട്ട്ബ്രേക്കുകൾ ഉണ്ടായി. അതിൽ ഏതാണ്ട് 24 മരണങ്ങൾ ആകെ ഉണ്ടായിട്ടുണ്ട്. ആദ്യത്തെ ഔട്ട്ബ്രേക്കിൽ 23 പേര് ഇൻഫെക്ഷൻ ബാധിച്ചു, 21 മരണങ്ങളുണ്ടായി. അതിനുശേഷം തുടർന്നുള്ള വർഷങ്ങളിൽ 3 മരണങ്ങൾ ആകെ ഉണ്ടായി. ഇത്രയുമാണ് അതിനകത്ത് നിപ്പയെക്കുറിച്ച് ആകെ പറയാനുള്ളത്. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കുക, കഴിഞ്ഞ വർഷം പട്ടികടി കൊണ്ട് എത്ര പേര് മരണപ്പെട്ടു നിങ്ങൾക്കറിയാമോ? പട്ടികടി കൊണ്ട് റാബീസ് പിടിപെട്ട് 20-ലധികം പേർ. കഴിഞ്ഞതിന് മുമ്പിലത്തെ വർഷവും ഇതിലധികം മരണപ്പെട്ടിട്ടുണ്ട്. റോഡ് ആക്സിഡൻറ്റ് കൊണ്ട് ഓരോ വർഷവും 4500 പേർ മരണപ്പെടുന്ന സംസ്ഥാനത്ത് നമുക്കത് ചർച്ചാ വിഷയമേ അല്ല. അതിൽ തന്നെ 1300 പേര് കാൽനടക്കാർ. അവർ മറ്റൊരു ആവശ്യത്തിനും അല്ല, അവർ സ്പീഡ് കൂട്ടിയത് കൊണ്ടല്ല, അവർ ആരെയും കടത്തി വെട്ടിക്കൊണ്ട് പോകുന്നതുകൊണ്ടൊന്നുമല്ല, വളരെ മര്യാദയ്ക്ക് റോഡിൻ്റെ അരികിലൂടെ നടന്നു പോകുന്നവരാണ് മരണപ്പെടുന്നതിൽ 1/3 30%-ലേറെ പേർ മരണപ്പെടുന്നത്. ഇതൊന്നും നമുക്ക് ചർച്ചാ വിഷയമേ അല്ല. അതാണ് പറഞ്ഞത്, പൊതുജനാരോഗ്യത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ പ്രയോറിറ്റികൾ ഒരുപാട് ഇനിയും പുനർനിർണ്ണയിക്കേണ്ടിയിരിക്കുന്നു. അതിനെക്കുറിച്ച് രാംകുട്ടി സാറിന് എന്താണ് തോന്നുന്നത്? വളരെ ശരിയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൊതുജനാരോഗ്യം എന്ന് പറയുമ്പോൾ നമുക്ക് പനി അല്ലെങ്കിൽ ഇൻഫെക്ഷ്യസ് ഡിസീസ് അങ്ങനെ ഒരു കോൺസെപ്റ്റാണ് കൂടുതലും ആളുകളുടെ ഇടയിൽ കൂടുതലായിട്ട് അവർക്കറിയാവുന്നത്. പക്ഷേ പൊതുജനാരോഗ്യം അതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. ഇപ്പം താങ്കളും ഡോക്ടർ സുൽഫിയും സൂചിപ്പിച്ചതുപോലെ ഇപ്പം ആക്സിഡൻ്റ് ഒരു പൊതുജനാരോഗ്യ വിഷയമായിട്ട് ആരും ചർച്ച ചെയ്ത് കേട്ടിട്ടില്ല. അതൊരു എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഞാൻ എപ്പിഡമിയോളജി 10-20 കൊല്ലം പഠിപ്പിച്ച ഒരാളാണ്. അപ്പം ഞാൻ എപ്പിഡമിയോളജി എന്ന് പറഞ്ഞാൽ റിസ്കിൻ്റെ സയൻസാണ്. റിസ്ക് എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് പഠിപ്പിക്കലാണ്. അപ്പം ഞാൻ ആദ്യം കുട്ടികളോട് ചോദിക്കും, നിങ്ങൾക്ക് റോഡ് ക്രോസ് ചെയ്യാൻ പേടിയുണ്ടോ? ഒരു പേടിയില്ല. കൊക്കക്കോളയുടെ അകത്ത് ടോക്സിൻ ഉണ്ടെന്ന് അങ്ങനെ ഒരു ബോധമുണ്ട്. അതിനകത്ത് ഭയങ്കര പ്രശ്നമാണ്. കോർപ്പറേറ്റ് ഒരു കോൺസ്പിറസിയാണ്, അതിനകത്തൊക്കെ ഭയങ്കര പ്രശ്നമാണ്. പക്ഷെ കൊക്കക്കോള കുടിക്കുന്നതിനേക്കാളും ഡേഞ്ചറസ് ആണ് റോഡ് ക്രോസ് ചെയ്യുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. നിങ്ങൾക്ക് അറിയാമോ? അറിഞ്ഞുകൂടാ. കാരണം അങ്ങനെ അവർ ചിന്തിച്ചിട്ടില്ല. പ്ലെയിനിൽ പോകുന്നതിനേക്കാളും ഡേഞ്ചറസ് ആണ് കാറിൽ പോകുന്നതെന്ന് പോലും അറിയാത്ത ആളുകളുണ്ട്. ബിക്കോസ് കാറിൽ പോകുന്നതെന്ന് അല്ലെങ്കിൽ റോഡിൽ ഇറങ്ങി നടക്കുന്നതിൻ്റെ കാര്യം. ഞാനിപ്പോൾ എനിക്ക് 10-70 വയസ്സായി. ഞാനിപ്പോൾ രാവിലെ നടക്കാൻ പോക്ക് നിർത്തി. കാരണം എന്നും പത്രം എടുത്ത് നോക്കുമ്പോൾ വൃദ്ധൻ കാറിടിച്ച് മരിച്ചു. അങ്ങനെ ഒരു അവസാനം വേണ്ടാന്ന് തീരുമാനിച്ചുകൊണ്ട് ഞാൻ വീട്ടിലുള്ള എക്സസൈസൊക്കെ മതി എന്ന് തീരുമാനിച്ചൊരു തീരുമാനം. കാരണം ആരെക്കൊണ്ട് തടയാൻ പറ്റും ഇതൊക്കെ? കാരണം യാതൊരു വിധത്തിലുള്ള നിയന്ത്രണം. അപ്പോൾ അതിനെ തടയുന്നത് എങ്ങനെയെന്നുള്ളത് വേറൊരു ചർച്ച. പക്ഷേ ആ ചർച്ചയിലേക്ക്
നമ്മൾ വരുന്നില്ല. ഇപ്പോൾ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് അടുത്ത കാലത്ത് ഒരു PhD, അദ്ദേഹം ആർമിയിലെ ഡോക്ടറാണ്, അല്ല നേവിയിലെ ഡോക്ടറാണ്. അദ്ദേഹം പോണ്ടിച്ചേരിക്കാരനാണ്, കോഴിക്കോട്ടാണ് പക്ഷേ MBBS പഠിച്ചത്. അദ്ദേഹത്തിൻ്റെ റിസർച്ച് എന്ന് പറയുന്നത് പോണ്ടിച്ചേരി സിറ്റിക്കകത്തുള്ള അത് ഈ GIS മാപ്പിംഗ് ഒക്കെ വെച്ച് നടത്തുന്ന ആക്സിഡൻറ്റ് സ്പോട്ട്സും, അത് ഈ കാർ ആക്സിഡൻറ്റ് അല്ലെങ്കിൽ റോഡ് ആക്സിഡൻറ്റ് തടയാനുള്ള ആദ്യത്തെ പടി എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹം അത് ചെയ്തത്. അപ്പോഴാണ് മനസ്സിലായത് ഇതിൻ്റെ ഡാറ്റ കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ട്. പോലീസിൻ്റെയൊക്കെ വലിയ സഹായം ഉണ്ടായിട്ട് പോലും ഒരു ആക്സിഡൻറ്റ് നടന്ന ഏതൊക്കെ കാറുകളാണ്, ഏത് ടൈപ്പ് കാറാണ് അതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്, ആരാണ് മരിച്ചത്, ഓടിച്ച ആളാണോ, അങ്ങനെയൊക്കെ വലിയ പ്രയാസമാണ് അതൊക്കെ കിട്ടാൻ. അപ്പോൾ നമ്മുടെ പൊതുജനാരോഗ്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഈ ഡാറ്റയാണ്. ഡാറ്റ ശരിയായിട്ട് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ പല പാശ്ചാത്യ രാജ്യങ്ങളിലും അവർക്ക് പെട്ടെന്ന് കാര്യങ്ങളിൽ ഇടപെടാനൊക്കെ കഴിയുന്നത് കാരണം ഡാറ്റ വിരൽത്തുമ്പത്താണ്. അവർക്കെല്ലാം കോൺസ്റ്റൻ്റായിട്ട് അതിനുള്ള ഒരു ഫീഡ് കിട്ടുന്നുണ്ട്. നമുക്ക് ഒന്നും അറിഞ്ഞുകൂടാ. ഇപ്പോൾ ആക്സിഡൻറ്റിൽ ഇത്ര പേര് മരിക്കുന്നുണ്ട് എന്നൊരു നമ്പർ അല്ലാതെ അത് എന്ത് ടൈപ്പാണെന്നോ അങ്ങനെയുള്ള ബ്രേക്കപ്പൊക്കെ വളരെ റുഡിമെൻ്ററി ആയിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കൊണ്ടുപോകണമെന്നോ അല്ലെങ്കിൽ അത് അതിനുള്ള ഒരു താല്പര്യമൊന്നും നമ്മുടെ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ കയ്യിൽ എന്ന് കാണുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതായത് ഈ ഞാൻ പറഞ്ഞ പോലെ സൂക്കേട് അല്ലെങ്കിൽ സാംക്രമിക രോഗങ്ങളോ ഈവൻ നമ്മുടെ ദീർഘസ്ഥായി രോഗങ്ങളായ ഡയബറ്റീസ് അവ പോലും പൊതുജനാരോഗ്യ പ്രശ്നമാണെന്ന് പലർക്കും ഇപ്പോഴും ബോധ്യപ്പെടാത്ത ആളുകളുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഡയബറ്റീസും അങ്ങനെയുള്ള രോഗങ്ങളും കൂടുന്നതെന്ന് ചോദിച്ചാൽ ബേസിക്കലി നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറിയതുകൊണ്ടാണ്. നമ്മളിപ്പോൾ നടക്കാറില്ല, നമ്മുടെ ശരീരത്തിന് എക്സസൈസ് ഇല്ല, ഭക്ഷണം മാറി. പണ്ടൊക്കെ ഇപ്പോൾ ഞാൻ പലയിടത്തും ചെന്ന് ആഹാരത്തിനെക്കുറിച്ച് പറയാറുള്ള ആളാണ്. ഇതുപോലെ ചെറിയ ഗ്രൂപ്പുകളോട് എന്ത് തരത്തിലുള്ള ആഹാരം കഴിക്കണം എന്നൊക്കെ പറയുമ്പോൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഫീഡ്ബാക്ക് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കും. നമ്മൾ പറയും നിങ്ങൾ ഒരുപാട് ആഹാരം കഴിക്കരുത് അല്ലെങ്കിൽ പൊരിച്ചത് അങ്ങനെയൊക്കെയുള്ള ഉപദേശം കൊടുക്കുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ചാൽ, സാറേ ഞങ്ങൾ ചെറുപ്പത്തിലൊന്നും ഇതൊന്നും കണ്ടിട്ട് പോലുമില്ല, ഒരു കോഴിയെ കണ്ടു കിട്ടാനില്ല, അതിന് അത്രയ്ക്ക് പൈസ ഇല്ലാതെ വളർന്ന് അങ്ങനെയുള്ള ഒരു എനിക്കതറിയാം. കാരണം ഞാൻ 60കളിലൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന ആളാണ്. അതുകൊണ്ട് അന്നൊക്കെ ഇതൊക്കെ ഒരു ലക്ഷറിയാണ്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരുവിധം എന്തെങ്കിലും കഴിക്കാമെന്നായപ്പോൾ സാറ് പറയും ഇതൊന്നും കഴിക്കരുതെന്ന്. അപ്പോൾ ഇതൊരു പൊതുജനാരോഗ്യ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് എനിക്കിതൊരു കോൺഫ്ലിക്റ്റാണ്. ഞാൻ അവരോട് എന്ത് പറയണം? നിങ്ങളൊന്നും കഴിക്കരുതെന്ന് പറയണോ, അതോ നിങ്ങൾക്ക് സന്തോഷമുള്ളതൊക്കെ കഴിക്കണം എന്ന് പറയണോ? അപ്പോൾ ഇതൊക്കെ ഞാൻ പറയാം, ഇതെല്ലാം ഇത് കമ്മ്യൂണിക്കേഷൻ്റെ പ്രോബ്ലമാണ്. ഞാൻ പറഞ്ഞത് പൊതുജനാരോഗ്യം എന്ന് പറയുമ്പോൾ ഒരുപാട് എന്നെ സംബന്ധിച്ചോളം അതിലുള്ള ഒരു ഫാസിനേഷൻ തന്നെ അതുകൊണ്ടാണ്. കാരണം ഒരുപാട് വിഷയങ്ങൾ കൂടിച്ചേരുന്ന ഒരു ഏരിയയാണ്. നമുക്ക് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് അറിയണം, ഭാഷയെക്കുറിച്ച് അറിയണം, കമ്മ്യൂണിക്കേഷൻ മീഡിയയെക്കുറിച്ച് അറിയണം, സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ച്, ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴേ ഇത് ഒത്തു വരുള്ളൂ. അത് വലിയൊരു ചാലഞ്ചാണ്. അത് നമ്മൾ സോൾവ് ചെയ്യാൻ അത്ര സീരിയസ് ആയിട്ട് നമ്മുടെ നാട്ടിൽ അതിനുള്ള ശ്രമം. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം പ്രധാനമാണ്. അത് കേരളത്തിൻ്റെ ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നില്ല. ലോകത്ത് എവിടെ പോയി നോക്കിയാലും ഇപ്പോൾ കോവിഡ് വന്നപ്പോൾ അറിയാം, മിക്കവാറും എല്ലാ രാജ്യങ്ങളും എല്ലാം അത് തോന്നിയ മാതിരിയാണ് ഹാൻഡിൽ ചെയ്തത്. അതിൻ്റെയൊക്കെ അവർക്ക് അതിൻ്റേതായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിഞ്ഞുകൂടായിരുന്നു. ഇൻഫാക്ട് എന്തെങ്കിലും അറിയാവുന്ന ആളുകളെയൊക്കെ ഇപ്പോൾ ട്രംപും മറ്റേ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ഇവിടെ വൈറോളജിസ്റ്റ് ആയിരുന്നു, അതെ, അദ്ദേഹം ആ സയൻറ്റിസ്റ്റിനെ അദ്ദേഹം കളിയാക്കി പബ്ലിക്കായിട്ട് കളിയാക്കി അവഹേളിച്ച് വിടുമായിരുന്നു. കാരണം ഇദ്ദേഹത്തിൻ്റെ ചില നിങ്ങൾ ഡെറ്റോൾ കുടിച്ചാൽ മതി എന്നൊക്കെ വളരെ സിമ്പിളായിട്ട് ട്രംപ് ജനങ്ങളോട് പറയും. അതിൻ്റെയൊക്കെ ഫലമായിട്ട് ആളുകൾ ഇങ്ങനെ ദുരിതുര മരിച്ചു. എല്ലാ രാജ്യങ്ങളും മോശമായിട്ടാണെന്ന് എൻ്റെ അഭിപ്രായം. അല്ലേ, ഏറ്റക്കുറച്ചിലുകളുണ്ടായിരുന്നു എന്നല്ലാതെ ആരും നന്നായിട്ട് ഹാൻഡിൽ ചെയ്തില്ല. കാരണം ഇതിനെക്കുറിച്ചുള്ള വിജ്ഞാനം അത്ര കുറവായിരുന്നു. ഇപ്പോൾ നമ്മൾ കുറേ കൂടെ പഠിച്ചു. അങ്ങനെ ഇതെല്ലാം വലിയൊരു ചാലഞ്ച് തന്നെയാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. സാർ, അതിൽ 1-2 കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യേണ്ടത്. ഒന്ന്, രാമൻകുട്ടി സാറിനെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് പരിചയപ്പെടുത്താം. ഈ കേരളത്തിൽ ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ, കമ്മ്യൂണിറ്റി ലെവലിലുള്ള പഠനങ്ങൾ ഏറ്റവും ആദ്യം നടത്തിയ വ്യക്തികളിൽ ഒരാളാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ റെഫർ ചെയ്യുന്ന ഒരു സൈറ്റേഷൻ ഉള്ള ഒരു ഇതും കൂടെയായിരുന്നു. 80കളുടെ അവസാനവും 90കളിലും തന്നെ സാറിൻ്റെ പഠനങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഇപ്പോഴെത്തി നിൽക്കുന്ന ഘട്ടം, നമ്മുടെ ജീവിതശൈലി രോഗങ്ങളുടെ ആധിക്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും അവസാനം ICMRൻ്റെ പഠനങ്ങൾ കാണിക്കുന്നത് 20 വയസ്സിന് മുകളിലുള്ള 44% പേരും ഹൈപ്പർ ടെൻസീവാണ്. 20 വയസ്സിന് മുകളിലുള്ള 24% പേരും ഡയബറ്റിക്കാണ്, 4-1. മറ്റേത് ഏതാണ്ട് 2-1. അതുപോലെ 18% പേര് പ്രീ ഡയബറ്റിക്കാണ്. ഇതാണ് നമ്മുടെ അവസ്ഥ. അതായത് എവറി അതർ പേഴ്സൺ ഒന്നുകിൽ ഹൈപ്പർ ടെൻസീവ് അല്ലെങ്കിൽ ഡയബറ്റിക് അല്ലെങ്കിൽ രണ്ടും കൂടെ ഉള്ള ഈ അവസ്ഥയാണ്.
പണ്ടിത് എനിക്ക് തോന്നുന്നു സാർ ആദ്യത്തെ സ്റ്റഡിയിലൊക്കെ 6% കൊണ്ടുണ്ടായിരുന്ന സാഹചര്യത്തിലാണ് ഇത്രയും ഹ്യൂജ് നമ്പർ. ഇതിൻ്റെ അനന്തരഫലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരോഗ്യ മേഖലയിലേക്കുള്ള ഫണ്ടിങ്ങിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു ഡോക്ടർ സുൽഫി. അതിനി 5% 10% ആക്കിയാൽ പോലും നമുക്ക് തികയാതെ വരും. കാരണം എല്ലാ താലൂക്കുകളിലും എല്ലാ ജംഗ്ഷനുകളിലും ഡയാലിസിസ് സെൻ്ററുകളും എല്ലാ താലൂക്കുകളിലും കാത്ത് ലാബും ഓർഗൻ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ഗവൺമെൻറ് മാനിഫെസ്റ്റോയിൽ അബദ്ധവശാൽ കടന്നുകൂടിയൊരു വാചകമുണ്ടായിരുന്നു. എല്ലാ താലൂക്ക് ആശുപത്രികളും ഓർഗൻ ട്രാൻസ്പ്ലാന്റിങ്ങിനുള്ള ഫെസിലിറ്റി ഉണ്ടാക്കണം. അത് അബദ്ധവശാലായിരുന്നെങ്കിലും അത് കുറച്ചുകൂടെ പ്രവചനാത്മകമായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. ഒരു 10-20 വർഷം കഴിഞ്ഞാൽ എല്ലാ താലൂക്ക് ആശുപത്രികളിലും ഓർഗൻ ട്രാൻസ്പ്ലാന്റിനുള്ള സൗകര്യം ഏർപ്പെടുത്തേണ്ട സാഹചര്യത്തിലേക്ക് പോലും വന്നേക്കാം കേരളം. ആ രീതിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതിൽ മറ്റൊരു കാര്യം കൂടെ രാംകുട്ടി സാർ സൂചിപ്പിച്ചത് നടത്തയുടെ കാര്യം പറഞ്ഞു. ജീവിതശൈലി രോഗങ്ങളുടെ കാര്യത്തിൽ അതിൻ്റെ പ്രതിരോധത്തിന് ഏറ്റവും പ്രധാനമായിട്ട് നാം നിർദ്ദേശിക്കാറുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രധാന റിസ്ക് ഫാക്ടറായിട്ട് കൗണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് വ്യായാമം ഇല്ലായ്മ എന്നുള്ളതാണ്. കേരളത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് വ്യായാമം ഇല്ലായ്മ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. രണ്ടാമത് അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ. ഇതിനൊരു കാരണം കൂടെ പറയാം. ഈ ഏറ്റവും അവസാനം നടന്ന ICMR പഠനത്തിൽ തന്നെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഗ്രാമങ്ങളും നഗരങ്ങളും തമ്മിൽ ഈ രോഗാതുരയുടെ കാര്യത്തിൽ ഒരു ഇരട്ടിയോളം വ്യത്യാസമുണ്ട്. 8% മാത്രമാണ് ഡയബറ്റീസിൻ്റെയൊക്കെ പ്രിവാലൻസ് ഗ്രാമങ്ങളിലെങ്കിൽ 16% നഗരങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ. കേരളത്തിൽ ഇതെല്ലാം 24%, അങ്ങനെ ആ രീതിയിൽ എല്ലാം ഗ്രാമനഗര വ്യത്യാസം തന്നെ. അപ്പോൾ ഈ വ്യത്യാസത്തിൻ്റെ ഒരു കാരണം എനിക്ക് തോന്നുന്നത് ഈ ഫിസിക്കൽ ആക്ടിവിറ്റിയുടെ വെന്യൂസ് ഇല്ല എന്നുള്ളതാണ്, ആയിരിക്കാനാണ് സാധ്യത. നേരത്തെ സാർ സൂചിപ്പിച്ച പോലെ തന്നെ അത് ഗ്രാമങ്ങളാണെങ്കിലും നഗരങ്ങളാണെങ്കിലും ആരോഗ്യത്തിനായിട്ട് നടക്കാൻ പോകുന്നവരുടെ മരണനിരക്കാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നടക്കാൻ പോകുന്നത് ഈ ആകെ റോഡ് ആക്സിഡൻസിൻ്റെ 1/3 ഡെത്ത്സ് എന്ന് പറഞ്ഞാൽ നടന്നു പോകുന്നവരെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താണ് അതിനുള്ളൊരു പരിഹാര മാർഗം എന്നുള്ളത് സാറിന് ഇപ്പോൾ സജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്? ഒന്നുകിൽ ഇപ്പം വികസിത രാജ്യങ്ങളും അവികസിത രാജ്യങ്ങളും തമ്മിൽ വ്യത്യാസമില്ല എന്ന് പറഞ്ഞു ആരോഗ്യത്തിൻ്റെ പൊതുജനാരോഗ്യത്തിൻ്റെ പല കാര്യങ്ങളിലും. പക്ഷേ ഒരു കാര്യം എനിക്ക് തോന്നുന്നത് വികസിത രാജ്യങ്ങളുടെ ഒരു പ്രത്യേകത, പ്രത്യേകിച്ച് ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള അർബനൈസേഷൻ നടന്നിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ അത്യാവശ്യം പാർക്കുകളും ഓപ്പൺ സ്പേസുകളും ഉണ്ടാവാറുണ്ട്. നിർഭാഗ്യവശാൽ കേരളത്തിൽ അത് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനുള്ള ഇനി സ്പേസ് കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളതിനെക്കുറിച്ച് തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇതിൽ പല നിർദ്ദേശങ്ങളും വരാറുണ്ട്. അതിലൊന്ന്, അറ്റ്ലീസ്റ്റ് നമ്മുടെ എല്ലാ റോഡുകൾക്കും നടപ്പാതകൾ, സുരക്ഷിതമായ നടപ്പാതകൾ സജ്ജീകരിച്ചു കഴിഞ്ഞാൽ അത് റോഡ് ആക്സിഡൻസും പ്രിവെൻറ്റ് ചെയ്യും. അതോടൊപ്പം തന്നെ ആരോഗ്യത്തിന് വേണ്ടി നടന്നു പോകുന്നവർക്ക് അതിനും ഉപയോഗിക്കാം. അതോടൊപ്പം നേരത്തെ കെയറയിലെ കാര്യത്തിലൊക്കെ ചർച്ച ചെയ്ത പോലെ കാർബൺ ഫുട് പ്രിൻറ്റ്സ് കുറയ്ക്കാനും ഉപകരിക്കും. അങ്ങനെയുള്ള നിർദ്ദേശങ്ങളെക്കുറിച്ച് രാംകുട്ടി സാർ എന്താണ് തോന്നുന്നത്? അല്ല, പലതും ചെയ്യാനാവും. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഞാൻ നേരത്തെ എൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് പറയുകയാണ്. ഇന്നും കൂടെ ഞാൻ പേപ്പറിൽ കണ്ട, എല്ലാ ദിവസവും നിങ്ങൾ പേപ്പർ എടുത്ത് നോക്കിക്കാണാം, 1-2 പേരെങ്കിലും, എസ്പെഷ്യലി ചില പ്രത്യേക കാലഘട്ടങ്ങളിൽ ചെറുപ്പക്കാർ അല്ലെങ്കിൽ അധികം പ്രായമില്ലാത്ത 1-2 പേരെങ്കിലും വെള്ളത്തിൽ വീണ് മരിക്കുന്നുണ്ട് കേരളത്തിൽ. ഒരു വർഷത്തിലെ കണക്കെടുത്താൽ അത് വലിയൊരു നമ്പറായിരിക്കും. പക്ഷെ അതൊരു പ്രശ്നമായിട്ട് ആർക്കും തോന്നിയിട്ടില്ല ഇതേവരെ. അതേസമയത്ത് ഇപ്പോൾ USA എടുക്കുകയാണെങ്കിൽ അവർ സ്വിമ്മിംഗ് പൂളിൽ മരിക്കുന്ന അവിടെ ഒരു പ്രശ്നമാണ്. പക്ഷെ അത് അവർ സീരിയസ് ആയിട്ട് എടുത്ത് അതെന്ത് ചെയ്യണമെന്ന് ചർച്ച ചെയ്ത് അതിന് കുറേ നിർദ്ദേശങ്ങളൊന്നും ഗൈഡ് ലൈൻസും ഒക്കെ വന്നു, എങ്ങനെ ഓരോ സ്വിമ്മിംഗ് പൂളും എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ അവിടെ ആൾ വേണം എന്നൊക്കെയുള്ള നിയമങ്ങളൊക്കെ കൊണ്ടുവന്നു. പക്ഷെ നമ്മളിപ്പോഴും അതിനെക്കുറിച്ച് വളരെ അത് സംഭവിച്ചു പോയി. അല്ലെങ്കിൽ ഇപ്പോൾ ഇന്നുണ്ട് ഒരു സ്ത്രീ അവരുടെ മകളും പിന്നെ വേറൊരു കുട്ടിയും കൂടെ അവർ ആറ്റിൽ കുളിക്കാൻ പോയി, വഴിക്ക് പോയി. അങ്ങനെയൊക്കെയുള്ള കഥകൾ ഒരുപാട് കേൾക്കാം. അപ്പോൾ അതാ ഞാൻ പറഞ്ഞു, അതിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അതേ സമയത്ത് നമ്മുടെ സമൂഹത്തിന് എല്ലാം ഷോർട്ട് കട്ട്, ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞതുമായിട്ട് സൂചിപ്പിച്ച് ഞാൻ പറയാം, നടപ്പാതകൾ ഉണ്ടാക്കണമെന്ന് പറയുന്നു. ഞാൻ ഈ ഇടയ്ക്ക് കണ്ട ഒരു കാര്യം, തിരുവനന്തപുരത്ത് റോഡ് ബ്ലോക്ക്, എന്തെങ്കിലും ട്രാഫിക് ബ്ലോക്ക് വന്നാൽ ഫുട്പാത്തിൽ കൂടെ ചീറിപ്പായുന്ന സ്കൂട്ടറുകളാണ്. എന്നാണോ ഏതെങ്കിലും ഒരു വയസ്സനെ അവിടെ വെച്ച് ഇടിച്ച് വീഴ്ത്തുക, അന്ന് വലിയ വാർത്ത ആയിരിക്കും. ഞാനിത് പ്രവചന സ്വഭാവത്തോടുകൂടി പറയാം. എന്തെങ്കിലും ഇത് സംഭവിക്കുക, അത് വലിയൊരു ചർച്ചാ വിഷയവും. ഇത്രയും പോലീസിനും പറഞ്ഞുകൂടെ ഇത് ഒരു ഫുട്പാത്തിൽ കൂടെ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രിക്റ്റ് ആയിട്ടൊരു നിയമം ഉണ്ടാക്കിക്കൂടെ? അങ്ങനെയുള്ളവരെ ഫൈൻ ചെയ്തൂടെ? ക്യാമറയ്ക്ക് അത് കണ്ടുപിടിച്ചൂടെ? ഒരു പ്രശ്നവുമില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കുന്നവരെ നമ്മളിതൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും വല്ലതും സംഭവിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇങ്ങനെയുള്ള വളരെ ലാക്സായിട്ടുള്ള, ഇപ്പോൾ സ്വീഡൻ പോലെയുള്ള രാജ്യത്ത് അവർക്ക് ആകെപ്പാടെ നമ്മുടെ ഡിസ്ട്രിക്റ്റിൻ്റെ ആളുകളെ ഉള്ളൂ, അത് വേറൊരു വശം. പക്ഷേ അവരുടെ ഇപ്പോഴത്തെ ഒരു ലക്ഷ്യമായിട്ട്, പൊതുജനാരോഗ്യ ലക്ഷ്യമായിട്ട് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ആക്സിഡൻറ്റ് കൊണ്ട് ഒരു മരണം പോലും സംഭവിക്കരുത്. ആക്സിഡൻറ്റ് സംഭവിക്കരുതെന്ന് അവർ പറയുന്നില്ല, പക്ഷേ ആക്സിഡൻറ്റ് കൊണ്ട് ഒരു മനുഷ്യജീവൻ പോലും സ്വീഡനിൽ നഷ്ടപ്പെടരുത്. അങ്ങനെ പ്രഖ്യാപിക്കാനുള്ള ഒരു ലെവലിലേക്ക് അവരെത്തി. നമുക്കിപ്പോൾ അതൊന്നും പറ്റൂലായിരിക്കും. പക്ഷേ ഇപ്പോൾ 5000 പേര് ഈ വർഷമാണെങ്കിൽ അടുത്ത വർഷം അത് 3000 എങ്കിലും ആക്കണം, അല്ലെങ്കിൽ ഒരു 5 വർഷം കൊണ്ട് ഇത്
1000 താഴെ ആക്കണം എന്നെങ്കിലും ഒരു ലക്ഷ്യം പ്രഖ്യാപിക്കാമല്ലോ, അതിനുള്ള നടപടികൾ എടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ടൈം ബൗണ്ടായിട്ട് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവായിട്ട് ഒരു പോളിസി ഒബ്ജക്റ്റീവ് ഉണ്ടാക്കി നമ്മുടെ നയപ്രഖ്യാപനങ്ങളൊക്കെ നയങ്ങൾ നമ്മൾ വായിക്കാറുണ്ട്. ഒന്നാമത് നയം കടലാസിൽ മാത്രമേ ഇരിക്കാറുള്ളൂ. ഞാൻ പലപ്പോഴും അതും ഈ ആരോഗ്യ നയത്തിനെക്കുറിച്ചും പഠിപ്പിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാനെപ്പോഴും കുട്ടികളോട് ചോദിക്കും, ഈ ആരോഗ്യ നയം എന്താണ്? നയം എന്ന് പറയുന്നത് പേപ്പറിലുള്ളതാണോ നയം, അതോ അത് നടപ്പാക്കണ്ട എന്ന് നമ്മൾ തീരുമാനിക്കുന്ന അതാണോ നയം? അതും ഒരു നയമാണല്ലോ. അപ്പോൾ എന്താണ് പോളിസി എന്ന് നിങ്ങൾക്ക് പേപ്പർ കണ്ടാൽ അറിയാൻ പറ്റില്ല എന്നുള്ളത് അപ്പോഴാണ് അവരത് ചിന്തിക്കുക, ഓ അങ്ങനെ ഒരു വശം ഉണ്ടല്ലേ, അവർക്ക് വേണമെങ്കിൽ ഇത് നടപ്പാക്കാം അല്ലെങ്കിൽ നടപ്പാക്കാതിരിക്കാം. അപ്പോൾ അതൊക്കെ വളരെ വളരെ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള അപ്രോച്ച് എടുക്കാൻ നമ്മൾ മടിക്കുന്നു. നമ്മുടെ നയപരിപാടികളിലൊക്കെ വളരെ ബ്രോഡായിട്ട് നമ്മൾ മനുഷ്യരുടെ അത് കൂട്ടും ആയുസ് കൂട്ടും അങ്ങനെ എന്തെങ്കിലും വളരെ വേഗമായിട്ടുള്ള പ്രഖ്യാപനങ്ങളല്ലാതെ ഒരു ഇന്ന ലക്ഷ്യങ്ങൾ വെച്ച് ഞങ്ങൾ അതിലേക്ക് നീങ്ങും, ഇത്ര വർഷത്തിനോ ഇന്നതൊക്കെ. ഇപ്പോൾ തന്നെ ഫണ്ടിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ ആരോഗ്യ മേഖലയുടെ ഫണ്ടിങ് ഇത്ര വർഷം കൊണ്ട് ഇത്ര ആക്കും എന്ന് പറഞ്ഞുകൂടെ? അത് പറയാൻ പ്രയാസമാണ്. കോഴ്സ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഇതിൽ അങ്ങനെ കുറേ പ്രഖ്യാപനങ്ങളുണ്ട്. പക്ഷേ അവിടെ എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ പൈസ കൂട്ടാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ അവരുടേതായ പ്രത്യേകമായ ഒരു കാഴ്ചപ്പാട്, അത് ശരിയെന്നോ തെറ്റെന്നോ ഞാൻ പറയുന്നില്ല, പക്ഷേ ആ പൈസ ഒരു വലിയ ശതമാനം ഇൻഷുറൻസിന് പോകണമെന്നും അവർ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഇൻഷുറൻസും ഇന്ത്യയിൽ വളരേണ്ടതാണ് എന്നൊരു കാഴ്ചപ്പാടുണ്ട്. അതിനോട് ഞാൻ യോജിപ്പൊന്നും പ്രകടിപ്പിക്കില്ല, പക്ഷേ അവരുടെ ഒരു അപ്രോച്ച് അതാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഭാവിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ഹെൽത്ത് ഇൻഷുറൻസ് ഒരുപാട് വലിയൊരു ബിസിനസ്സായിട്ട് ഇന്ത്യയിൽ വരാൻ പോവുകയാണ്. ഒരുപാട് കൂടുതൽ പേരെ അതിലേക്ക് കൊണ്ടുവരും, അതിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ആശുപത്രികളുണ്ടാവും, അപ്പോൾ നമ്മുടെ ആരോഗ്യ സ്പെൻഡിങ് വർദ്ധിക്കും. അപ്പോൾ നേരത്തെ ഡോക്ടർ സുൽഫി പറഞ്ഞ പോലെ വേറൊരു കാര്യം കൂടെ നമ്മൾ മറക്കരുത്. ഇതൊക്കെ പറഞ്ഞാലും ലോകത്ത് ഏറ്റവും അധികം ആരോഗ്യത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന രാജ്യം അമേരിക്കയാണ്. 17-18-20% വരെ അവരുടെ GDP-യിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് മുക്കാലും ഇൻഷുറൻസിന് വേണ്ടിയാണ് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു നിലയിലേക്കും നമ്മൾ പോകണോ എന്നുള്ളത് വേറൊരു വശം. ഞാൻ പറയുന്നത് ഇതെല്ലാം ഒറ്റ വാക്കിൽ അല്ലെങ്കിൽ ഒരു ഇതുകൊണ്ട് അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല. നിരന്തരമായ ഒരു സംവാദവും ചർച്ചയൊക്കെ ആവശ്യമാണെന്നുള്ളതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും സാർ ഇപ്പോൾ സൂചിപ്പിച്ച ഇപ്പം നോർവേയുടെ കാര്യവും സ്വീഡൻ്റെ കാര്യമൊക്കെ പറയുന്ന പോലെ ഇപ്പം ഉള്ള കാഴ്ചപ്പാട് തന്നെ ആക്സിഡൻസിനെ കുറിച്ച് പറയുന്നത് ആക്സിഡൻസ് ആർ നോ മോർ ആക്സിഡൻസ് സിൻസ് ഇറ്റ്സ് പ്രിവെൻറ്റബിൾ എന്നുള്ളത്, പ്രിവെൻറ്റബിൾ ഇൻസിഡൻസ് എന്നുള്ളത്. അപ്പം തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ കൂടുതൽ പഠനവും ഗവേഷണവും ഒക്കെ ആവശ്യമുണ്ട്. അതുപോലെ ഡാറ്റയുടെ കാര്യം പറഞ്ഞു, ഡാറ്റ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ മോഹൻദാസ് സാറിൻ്റെ അടുത്തേക്ക് വരാം. അതിന് മുമ്പ് ഡോക്ടർ സുൽഫി ആഡ് ചെയ്യാനുണ്ടോ ഇപ്പം സാർ? സാർ നടത്തം നിർത്തണ്ടെന്ന് ഞാൻ പറയാറുണ്ട്. കാര്യം സാറിനെ പോലെ പൊതുജനാരോഗ്യ മേഖലയിൽ കേരളത്തിലെ ആധികാരികമായി പറയുന്ന ഒരു വ്യക്തിത്വത്തിന് വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെ നടക്കാൻ പറ്റുന്നില്ല എന്നുള്ള സാഹചര്യം കേരളം ആലോചിക്കേണ്ട കാര്യമാണ്. നടക്കാൻ സാറ് ഭയന്നിട്ട് നടക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനത്തെ സ്പേസില്ല. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഞങ്ങളൊക്കെ പഠിച്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ 2 ഗ്രൗണ്ടും പാർക്കിങ്ങിനായിട്ട് കൊടുക്കുന്ന ഒരു ഓർഡർ ഇങ്ങനെ ചാനലിലൂടെ വന്നുകൊണ്ടിരിക്കുന്നുള്ളതാണ്. അവിടെയുള്ള ഒരു ഓപ്പൺ സ്പേസ് പോലും ഇല്ലാതാകുന്നതാണ്. എക്സിസ്റ്റിംഗ് സ്ഥലങ്ങൾ പോലും ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ എക്സസൈസിലേക്ക് പോകുമ്പോൾ അതാണ് ഞാൻ ഡോക്ടർ അൽത്താഫിനോട് ഇടയ്ക്കൊന്നും എനിക്കൊരു പറയാനുള്ളൊരു കാര്യമാണെന്ന് തോന്നുന്നു. എക്സസൈസ് ഡെഫിനറ്റ്ലി ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അതിനോടൊപ്പം ഞാൻ പറയും നമ്മുടെ ഏറ്റവും വലിയ ശത്രു ആഹാരമാണ്. എന്നെ സംബന്ധിച്ചോളം മാസ്കും. ഞാൻ ഏറ്റവും മാസ്ക് ധരിച്ചിട്ട് ഡോക്ടർ ശ്രീ മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് തോന്നുന്നു, ബാക്കി ആരും ധരിച്ചിട്ടില്ല. മാസ്ക് എൻ്റെ ശത്രുവാണെന്ന് പറഞ്ഞുകൂടാണ്. അതായത് ഭക്ഷണം ശത്രുവാണ് നമുക്കെല്ലാവർക്കും. മുമ്പ് ഭക്ഷണം കിട്ടാത്ത അവസ്ഥ ഉണ്ടായിരുന്നു എന്ന് 60കളിലെ അവസ്ഥ ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മൾക്ക് എന്തുമാത്രം കഴിക്കാൻ പറ്റുമോ അത്രത്തോളം കഴിക്കുക എന്നുള്ള ഒരു രീതി. നമ്മൾ ഭക്ഷണത്തിനെ എൻജോയ് ചെയ്യുകയും അതിനെ ഒരു ഉന്മാദാവസ്ഥയിലെത്തിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് പോകുന്നത്. ഭക്ഷണം ജീവിച്ചിരിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുന്ന ഒരു രീതി അല്ല നമുക്കുള്ളത്. അത് മാറാതെ നമ്മളിനി ഈ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം തുറന്നു വെച്ചാൽ പോലും, വ്യായാമത്തിന് വേണ്ടി എല്ലാം തുറന്നു വെച്ചാലും, നമ്മൾ ഇങ്ങനെ ആഹാരം കഴിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ മാതിരി സബ് സെൻറ്ററുകളിലും ഓർഗൻ ഡൊണേഷന് വേണ്ടിയിട്ടുള്ള സെൻറ്റേഴ്സ് ഉണ്ടാക്കേണ്ടി വരും. സോ നമ്മളുടെ തോട്ട് പ്രോസസ്സിൽ എക്സസൈസിനേക്കാളും ഉപരി നമ്മൾ ആഹാരത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ചോറിൻ്റെ കൺസെപ്ഷനെ കുറിച്ച് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ? കാരണം ഇപ്പോൾ ഈ മറ്റ് സംസ്ഥാനങ്ങളെല്ലാം അപേക്ഷിച്ച് കേരളത്തിൽ മാത്രം എന്തുകൊണ്ടാണ് പ്രമേഹം ഇത്രയും കൂടി നിൽക്കുന്നത്, അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങൾ പൊതുവിൽ ഇത്രയും കൂടി നിൽക്കുന്നത്? വ്യായാമം ഒരു പ്രധാന ഘടകമാണ്. അതോടൊപ്പം തന്നെ ചോറിൻ്റെ ഒരു ഉപയോഗം കൂടുതലാണോ എന്നുള്ളത്, അരിയാഹാരങ്ങളുടെ ഉപയോഗം കൂടുതലാണോ എന്നുള്ളത്, അതിനെക്കുറിച്ച് എന്താണ് തോന്നുന്നത്? അബ്സല്യൂട്ട്ലി. നമ്മൾ ഒരു സാധാരണ ഏത് ഹോട്ടലിലും പോയിക്കോട്ടെ, ആഹാരം എന്താണ് പറയുക, ഇപ്പം മന്തി എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് റൈസ്, അൺലിമിറ്റഡ്ലി ദേ ആർ കില്ലിങ് യു. അതായത് നിങ്ങളെ കൊല്ലാനുള്ള സാധനമാണ് ആഹാരം. നിങ്ങളെ എനിക്ക് ശത്രുവിന് കൊടുക്കേണ്ടതാണ്. ആ മന്തിയിൽ കിട്ടുന്ന അത്രയും റൈസ് അപ്പുറത്തെ വീട്ടിൽ വാങ്ങിച്ചാൽ, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലല്ല, ശത്രു ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട സാധനമാണ്, പാകിസ്ഥാന് കൊടുക്കാം. അത് നമുക്ക് ഒരു ഉരുള ചോറ്
ഈ കൈക്കകത്ത് കൊള്ളുന്ന ഒരു ഉരുള ചോറിനപ്പുറം കഴിക്കാൻ പാടില്ല. പക്ഷെ നമ്മൾ തരുന്ന ഒരു പാത്രവും പിന്നെ അതിനോടൊപ്പം പാത്രമാണ്. ഹോട്ടലുകളിലും അതുപോലെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള ഒരു ആഹാരം കഴിക്കുന്ന സ്ഥലങ്ങളെല്ലാം, വീടുകളിൽ പോലും ആഹാരം രണ്ടാമത് വിളമ്പി കൊടുക്കുക എന്ന് പറയുന്നത് അമ്മമാരുടെയും നമ്മുടെയൊക്കെ അച്ഛന്മാരുടെയൊക്കെ ഒരു വലിയൊരു രണ്ടാമത് കഴിച്ചില്ലേ എന്നാണ് ചോദിക്കുന്നത്. അതേസമയം അവിടെ ഇരിക്കുന്ന പഴം കഴിച്ചില്ലേ, അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന മലക്കറി കഴിച്ചില്ലേ നമ്മൾ ചോദിക്കുന്നതേ ഇല്ല. അപ്പോൾ ആ ഒരു കൾച്ചർ നമുക്ക് മാറി വരികയും ആഹാരത്തിൻ്റെ എസ്പെഷ്യലി കാർബോഹൈഡ്രേറ്റ്സ്, അരി പോലെയുള്ള കാര്യങ്ങളുടെ, അരി മാത്രമല്ല അരി നിർത്തിയിട്ട് ഗോതമ്പ് ഇഷ്ടം പോലെ കഴിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിനകത്തുള്ള ഒരു കൺട്രോളും കൂടെ പ്രാഥമികമായിട്ട് നമ്മുടെ ഉള്ളിൽ വരണമെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് പറയുന്ന പുതിയ മൈ പ്ലേറ്റ് എന്നുള്ള രീതിക്കുള്ള കോൺസെപ്റ്റ്സ് ഉണ്ട്, ലോകം മുഴുവൻ വളരെ വ്യാപകമായിട്ട് പ്രചരിക്കുന്ന. അതായത് ഇപ്പം നമുക്ക് കഴിക്കുന്ന, നമ്മൾ ഈ ഉപയോഗിക്കുന്ന അരി ചോറാണെങ്കിൽ അത് ഒരു സാധാരണ ഒരു മലയാളിയുടെ തീന്മേശ നോക്കിക്കഴിഞ്ഞാൽ ഒരു കുന്ന് ചോറും കുറച്ച് കറിയും, ഇത് തന്നെയല്ലേ ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും? അതുമാത്രമല്ല, പണ്ട് മുതലേ ഉള്ള ചൊല്ല് ഏറ്റവും കൂടുതൽ ചോറ് കഴിക്കുന്ന ആൾ ഏറ്റവും ആരോഗ്യവാൻ എന്നുള്ള രീതിയിൽ, അതുപോലെ കൊടവേറിനൊക്കെ ആരോഗ്യത്തിൻ്റെ ലക്ഷണമായിട്ട് പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇപ്പോൾ വേണ്ടത് നമുക്ക് ഈ ഒരു കുന്ന് ചോറിന് പകരം അതിനെ മാറ്റി കുന്ന് ഇടിച്ച് നിരത്തി, ഇവിടെ നമുക്ക് ഇടിച്ച് നിരത്താം, കുന്ന് ഇടിച്ച് നിരത്തി അതിൻ്റെ ഒരു 1/4 മാത്രം ആക്കുക. ബാക്കി 1/4 വെജിറ്റബിൾസ്, പച്ചക്കറികൾ കഴിക്കുക, 1/4 പ്രോട്ടീൻ, മത്സ്യം, മാംസാദികൾ കഴിക്കുക, 1/4 ഫ്രൂട്ട്സ്, നമുക്ക് ഓരോരുത്തർക്കും അനുയോജ്യമായ രീതിയിലുള്ള നമുക്ക് ഇതായിട്ട് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ലഭ്യമായിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കുക. ഇതാണ് മൈ പ്ലേറ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ്. ഇതാണ് നമുക്ക് കൂടുതൽ ആരോഗ്യകരമായ ഒരു ഭക്ഷണശീലത്തിൻ്റെ ഭാഗമായിട്ട് പ്രചരിപ്പിക്കേണ്ടത്. ഇനി നമുക്ക് നേരത്തെ രാമകുട്ടി സാർ നിർത്തിയ ഒരു പോയിന്റ്, നേരത്തെ പറഞ്ഞ ഒരു കാര്യം, പബ്ലിക് ഹെൽത്തിനെ കുറിച്ച് പറയുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പ്രധാന വെല്ലുവിളികൾ എന്ന് വെച്ചാൽ, ഒന്ന് നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഡാറ്റ ലഭ്യമല്ല. പലപ്പോഴും ഞങ്ങളൊക്കെ ഇങ്ങനെ വളരെ പണിപ്പെട്ടാണ് ഈ ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് പലയിടത്തുനിന്നും. ചിലപ്പോൾ പത്ര റിപ്പോർട്ട്സുകൾ എടുക്കാറുണ്ട്, മാധ്യമപ്രവർത്തകർ എടുപ്പുണ്ട്, നിങ്ങളുടെയൊക്കെ റിപ്പോർട്ട്സ് എടുക്കാറുണ്ട്, അല്ലെങ്കിൽ മറ്റു നേരിട്ട് പലയിടത്തും വിളിച്ചു ചോദിച്ചെടുക്കാറുണ്ട്. ഒഫീഷ്യൽ ഡാറ്റ പലപ്പോഴും ടു ഇൻസഫിഷ്യൻറ്റ്, ടു ഇനാഡിക്വേറ്റ്, അതിൻ്റെ ക്വാളിറ്റിയും വളരെ മോശമായിരിക്കും. അപ്പോൾ ഇതിനൊക്കെ ഉള്ളൊരു നല്ലൊരു സ്ട്രോങ് സർവൈലൻസ് സിസ്റ്റം വേണം. ഇപ്പം നമുക്ക് മറ്റ് വികസിത രാജ്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും അവിടെയുള്ള ഏറ്റവും പ്രധാന പ്രത്യേകത, ഇപ്പോൾ CDC, അമേരിക്കയുടെ CDC വളരെ ആധികാരികമായിട്ടുള്ള ഡാറ്റ നമുക്ക് ലഭ്യമായിരിക്കും. അതുപോലെ ഇപ്പോൾ WHO ഇത് ആശ്രയിക്കുന്നതും ഇതുപോലുള്ള സർവൈലൻസ് സിസ്റ്റം ഒക്കെ ആയിരിക്കും. നിർഭാഗ്യവശാൽ നമുക്കിവിടെ അങ്ങനെ ആ രീതിയിലുള്ള ഒരു സ്ട്രോങ് സർവൈലൻസ് സിസ്റ്റവും ഇല്ല, ഡാറ്റ ജനറേറ്റ് ചെയ്യുന്നുള്ളൊരു സംവിധാനമില്ല. അതുകൊണ്ട് തന്നെ ഇതെല്ലാം തന്നെ ആരോഗ്യ ഗവേഷണത്തിലും പ്രതിഫലിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് മോഹൻലാൽ സാർ എന്താണ് ആഡ് ചെയ്യാനുള്ളത് സാറിന്? ഞാൻ പിന്നെ ഡേറ്റ സർവൈലൻസ്, ഡേറ്റ ലഭ്യത, അതിലേക്ക് പോകുന്നതിന് മുമ്പ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആദ്യം നമ്മുടെ ചർച്ച പോകുന്ന രീതി കണ്ടപ്പോൾ കുറച്ചൊരു വിഷമം തോന്നി. കാര്യം എന്താണെന്ന് വെച്ചാൽ, പബ്ലിക് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ പനിയും ഈ പകർച്ചവ്യാധികളുമാണ് എന്നുള്ള തരത്തിലായിരുന്നു ആദ്യം ചർച്ച തുടങ്ങുന്നത്. പബ്ലിക് ഹെൽത്ത് ഇൻ ഫാക്ട് ഈസ് ലോട്ട് മോർ ദാൻ ദാറ്റ്. അതെന്നെ ആദ്യം പഠിപ്പിച്ച ഗുരുക്കന്മാരിൽ രാമൻകുട്ടി സാറാണ്. കാരണം ഞാൻ MBBS കാലത്ത് ശരിക്കും പറഞ്ഞാൽ പബ്ലിക് ഹെൽത്ത് പഠിച്ചിട്ടില്ല. MBBS ചെയ്ത സമയത്ത് ഞാൻ പഠിച്ചത് കമ്മ്യൂണിറ്റി മെഡിസിനാണ്. അന്ന് കമ്മ്യൂണിറ്റി മെഡിസിൻ എന്നല്ല അതിൻ്റെ പേര്, സോഷ്യൽ ആൻഡ് പ്രിവെൻറ്റീവ് മെഡിസിൻ എന്നായിരുന്നു. ഞാൻ MBBS പഠിക്കുമ്പോൾ, ഞാനും രാമൻകുട്ടി സാറും MBBS പഠിക്കുമ്പോൾ സോഷ്യൽ ആൻഡ് പ്രിവെൻറ്റീവ് മെഡിസിൻ പഠിച്ചു. കുറച്ച് കാലം കഴിഞ്ഞത് പ്രിവെൻറ്റീവ് ആൻഡ് സോഷ്യൽ മെഡിസിനായി. അപ്പോൾ എന്താണ് വ്യത്യാസമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പേര് അതിൽ പിന്നെ സിലബസിൽ അതിൻ്റെ പേര് പ്രിവെൻറ്റീവ് ആൻഡ് സോഷ്യൽ മെഡിസിൻ എന്നായി. അതിപ്പോൾ കമ്മ്യൂണിറ്റി മെഡിസിനായി. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അച്യുത മേനോൻ സെൻറ്ററിൽ ഈ പിന്നെ മോഹൻലാൽ സംഗീതം പഠിക്കാനുള്ള അഭിനിവേശത്തോടു കൂടി ചെന്ന് കയറിയത് ഗുഹയിൽ എന്ന് പറഞ്ഞത് മറ്റേ ഗുരുവിൻ്റെ മുന്നിൽ എന്ന് പറഞ്ഞ പോലെ, രാമൻകുട്ടി സാറൊക്കെ വാഴുന്ന ശ്രീത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഞാൻ പൊതുജനാരോഗ്യം പഠിക്കാൻ കയറി ചെന്നത്. അവിടെ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഇപ്പോൾ പബ്ലിക് ഹെൽത്ത് ഈസ് ലോട്ട് മോർ ദാൻ വാട്ട് ഐ സ്റ്റഡീഡ് ഇൻ ഡ്യൂറിങ് മൈ MBBS ഡേയ്സ്. ഈ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന പിന്നെ പകർച്ചവ്യാധികൾ എന്ന് പറയുന്നത് പബ്ലിക് ഹെൽത്തിൻ്റെ ഒരുപക്ഷെ ഒരു മിനിസ്ക്യൂളാണ്, വളരെ ചെറുതാണ്. അതിനപ്പുറത്ത് കിടക്കുന്ന നമ്മളിപ്പോൾ ചർച്ച ചെയ്ത പകർച്ചേതര വ്യാധികളെന്ന് പറയുന്ന ഈ ജീവിതശൈലി രോഗങ്ങളും ബാക്കിയൊക്കെ, പിന്നെ അതിൻ്റെ കൂടെ ഈ സബ്സ്റ്റൻസ് അബ്യൂസ്, നമ്മുടെ ലഹരി ഉപഭോഗം, പിന്നെ അത് കഴിഞ്ഞ് ഇതിന് പുറത്ത് വേറെ ലോകം കൂടെ ഉണ്ട്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ആരോഗ്യ മേഖലയ്ക്കുള്ള ഫണ്ടിങ്, ആരോഗ്യ മേഖലയിലെ നയരൂപീകരണം, നയങ്ങൾ ഉണ്ടാക്കിയാൽ അത് നടപ്പിലാക്കുന്ന രീതി, ഹെൽത്ത് എക്കണോമിക്സ് എന്ന് പറയുന്ന ആരോഗ്യ ധനതത്വശാസ്ത്രം, പിന്നെ ഈ ജെൻഡർ സ്റ്റഡീസ് എന്ന് പറയുന്ന സ്റ്റഡീസ്, ഇങ്ങനെ ധാരാളം മേഖലകളുള്ള ഒരു കാര്യമാണ് പബ്ലിക് ഹെൽത്ത് എന്ന് ശരിക്കും ഞാൻ മനസ്സിലാക്കിയ ശ്രീത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ MBA ചെയ്യുമ്പോഴാണ്. അവിടെ വെച്ചാണ് ഈ ഡേറ്റയുടെ ഇമ്പോർട്ടൻസും അത് എവിടെ നിന്ന് കുഴിച്ചെടുക്കണം എന്നൊക്കെയുള്ള ഒരു ട്രെയിനിങ് കിട്ടുന്നത് അവിടെയാണ്. അന്ന് ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസസിൽ ചെല്ലുമ്പോൾ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ഒരു ഓഫീസർ അവിടെ ഉണ്ടായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ അവർ ഒരുപാട് കാലം കൊണ്ട് കമ്പൈൽ ചെയ്ത് കെട്ടിവെച്ചുകൊണ്ടിരിക്കുന്ന സാധനം ഇത് ചോദിക്കുക ഇതിന് മുമ്പ് ആരും വന്നിട്ടില്ല.
ഇപ്പോൾ ഒരു താടി വെച്ച ആൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് പിന്നെ ഇവിടുത്തെ ഒരസുഖത്തിനെ കുറിച്ച് വേറെ അസുഖത്തിനും അപ്പോൾ ഷി വാസ് ത്രിൽഡ്. അവരതുകൊണ്ട് എന്നെ കാത്തിരിക്കും, എനിക്കതെല്ലാം തരും. പക്ഷേ ഇപ്പോൾ ഐ ആം ടോൾഡ് ദാറ്റ് ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസസിൽ നിന്ന് ഒരു ഡേറ്റയും വെളിയിൽ കൊടുക്കുന്നില്ല. ഡേറ്റ ബാൻ. ചില അസുഖങ്ങളെക്കുറിച്ച് ഡയറക്ടറേറ്റ് ഓഫ് ആരോഗ്യ വകുപ്പ് ഡയറക്ടറേറ്റിനകത്ത് കയറിയാൽ പിന്നെ മിണ്ടി പോകരുത്, ഡേറ്റ തരില്ല. അപ്പോൾ ഈ ഡേറ്റ ലഭ്യമല്ല. നിപ്പയെക്കുറിച്ചുള്ള ഡേറ്റ ചോദിച്ചാൽ ഡേറ്റ ലഭ്യമല്ല. പോസ്റ്റ് കോവിഡ് കോംപ്ലിക്കേഷൻസിനെ കുറിച്ചുള്ള ഡേറ്റ ചോദിച്ചാൽ ഡേറ്റ ലഭ്യമല്ല. അപ്പോൾ ലഭ്യമല്ലാത്ത ഡേറ്റ വെച്ച് എങ്ങനെ പഠിക്കും? ഇപ്പോൾ നേരത്തെ ഡോക്ടർ സുൽഫി നമ്മുടെ ആഹാരശീലങ്ങളെക്കുറിച്ച് പറഞ്ഞു. അത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിൻ്റെ കാതലായ ഒരു ഭാഗമാണ്. അവിടെ നമുക്ക് വാട്ട് കോസസ് ദീസ് ഈ ഹൈ പ്രിവലൻസ് ഓഫ് ഡിസീസ് എന്ന് പറയണമെങ്കിൽ ഡേറ്റ വേണം. പക്ഷേ ഡേറ്റ കിട്ടാൻ നമുക്ക് ആക്സസ് ഇല്ല. ഇപ്പോൾ ഗവേഷകർക്ക് ഡേറ്റ കിട്ടാനുള്ള ആക്സസ് ഇല്ല. അപ്പോൾ അതിനെന്ത് ചെയ്യും? അതിന് നമ്മുടെ റിസർച്ച് കൾച്ചർ മാറണം. റിസർച്ച് കൾച്ചർ എന്ന് പറഞ്ഞാൽ ഏത് തലത്തിൽ മാറണം എന്ന് ചോദിച്ചാൽ, റിസർച്ച്ഡ് ആരിലാണോ ഗവേഷണം നടത്തുന്നത് അവരുടെ രീതി മാറണം, റിസർച്ചേഴ്സിൻ്റെ രീതി മാറണം. പിന്നെ ഈ പറയുന്ന ഗേറ്റ് കീപ്പേഴ്സ്, ചില സ്ഥലങ്ങളിലേക്ക് പ്രവേശനമില്ല, റിസർച്ചർക്ക് പ്രവേശനമില്ല, ബാക്കി ആർക്കും വേണമെങ്കിലും കയറാം, അത് മാറണം. ഇത് മാറണമെങ്കിൽ നമ്മുടെ ആരോഗ്യ ഹെൽത്ത് സിസ്റ്റം, ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ ഒരു 10-25 കൊല്ലം ആരോഗ്യ വകുപ്പിൽ ജോലി ചെയ്തേച്ച് പുറത്തിറങ്ങിയ ആളാണ് ഞാൻ. അപ്പോൾ ആരോഗ്യ വകുപ്പിനെക്കുറിച്ച്, ഹെൽത്ത് സിസ്റ്റത്തിനെക്കുറിച്ച്, കേരളത്തിലെ ഹെൽത്ത് സിസ്റ്റത്തിനെക്കുറിച്ച് ആധികാരികമായിട്ടല്ലെങ്കിലും ചില കാര്യങ്ങളൊക്കെ എനിക്ക് പറയാൻ കഴിയും. അതെന്താണെന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ട് ഡേറ്റ ലഭ്യമാവുന്നില്ല എന്നതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം വളരെ സിമ്പിളാണ്. നമ്മുടെ ആരോഗ്യ മേഖല ഇപ്പോൾ ആരെയും കുറ്റം പറയുകയല്ല, ഇപ്പോൾ പ്രവർത്തിക്കുന്ന രീതി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരു 10-30 കൊല്ലം മുമ്പും പ്രവർത്തിച്ചത് ഇങ്ങനെ തന്നെ. അത് ആശാസ്യമാണോ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ദേ വർക്ക് ഓൺ ആൻ അഡ്ഹോക്ക് ബേസിസ്. ഞാനിത് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്. അഡ്ഹോക്ക് ബേസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആരോഗ്യ മേഖലയിൽ ഇപ്പോൾ കേരളത്തിൻ്റെ ആരോഗ്യ മേഖല നിങ്ങൾ വളരെ കൂലങ്കഷമായിട്ട് ഓരോ ദിവസവും വരുന്ന വാർത്തകൾ വെച്ച് ആലോചിച്ച് നോക്കണം. വാട്ട് ആർ വി ഡൂയിങ്? വി ആർ ഫയർ ഫൈറ്റിംഗ്. തീ പിടിക്കുമ്പോൾ മാത്രമേ നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കുന്നുള്ളൂ. ഫയർ പ്രിവെൻഷൻ ഇല്ല തീ പിടിക്കുന്ന സമയത്ത്. അപ്പോൾ ഇന്നിപ്പോൾ ഫെബ്രുവരി 11 ആവുമ്പോൾ പ്ലാൻ ഫണ്ട്, ഇവിടെ ഇരിക്കുന്ന സർക്കാർ മേഖലയിലുള്ളവർക്കെല്ലാം അറിയാം പ്ലാൻ ഫണ്ട് ഒരു വർഷത്തെ പ്ലാൻ വിനിയോഗത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ട തുകയാണ്. ആ പദ്ധതി വിഹിതം ദീർഘകാലാടിസ്ഥാനത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ചെയ്യേണ്ട പദ്ധതികൾക്കുള്ള പൈസയാണ്. ഇന്ന് പോയി നമ്മുടെ ആരോഗ്യ മേഖലയിലെ പ്ലാൻ ഫണ്ട് എത്ര പെർസെൻറ്റേജ് സ്പെൻഡ് ചെയ്തു എന്ന് തിരക്കി നോക്കുക. ഇതുകൊണ്ടാണ് ഡേറ്റ പുറത്തു വരാത്തത്. മാക്സിമം എനിക്ക് നിങ്ങളോട് അഷ്വർ ചെയ്യാൻ പറ്റും, മാക്സിമം 30% സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. 30% സ്പെൻഡ് ചെയ്തെങ്കിൽ ഒറ്റ സെക്കൻഡ് 30% സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. ബാക്കി 70% സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് ഈ ഫെബ്രുവരി 11-നും മാർച്ച് 31-നും ഇടയിലുള്ള സമയത്താണ്. അപ്പോൾ എന്താണ് നമുക്ക് വേണ്ടത്? നമുക്ക് വേണ്ടത് ഈ നേരത്തെ പറഞ്ഞ ദീർഘകാലാടിസ്ഥാനത്തിൽ എടുക്കുന്ന പ്ലാനുകൾ വേണം. ഇപ്പോൾ ഒരു വർഷത്തിൽ പ്ലാൻ ഫണ്ട് അലോക്കേഷൻ പിന്നെ ഏപ്രിലിൽ തുടങ്ങിയാൽ ഏപ്രിൽ മുതൽ അടുത്ത ഫെബ്രുവരി വരെ 30% സ്പെൻഡ് ചെയ്യും. ഫെബ്രുവരി മുതൽ പിന്നെ അടുത്ത മാർച്ച് 31 വരെ ബാക്കി ആരോഗ്യ മേഖലയിലെ 70% സ്പെൻഡ് ചെയ്യുകയും ചെയ്താൽ സോളിഡായിട്ടൊന്നും സംഭവിക്കില്ല. അപ്പോൾ ഇവിടെയൊക്കെ ഗവേഷകർക്ക് ആക്സസ് വേണം. ഗവേഷണം ചെയ്യുന്ന ഗവേഷണ വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കുമൊക്കെ പ്ലാൻ ഫണ്ട് യൂട്ടിലൈസേഷൻ, ഹൗ ഇറ്റ് ഈസ് ബീയിങ് ഡൺ, എന്തിനു വേണ്ടി ചെയ്യുന്നു, അതെന്ത് അടിസ്ഥാനത്തിൽ ചെയ്യുന്നു, ഈ മാതിരി കാര്യങ്ങളിൽ അവർക്ക് ഗവേഷണം നടത്തും. ഇപ്പം നമ്മുടെ ഇക്കണോമിക് റിവ്യൂ വന്നു കഴിഞ്ഞാൽ, ഇക്കണോമിക് റിവ്യൂ അടുത്ത ദിവസം വരുന്ന ബഡ്ജറ്റും കൂടെ വന്നു കഴിയുമ്പോൾ രണ്ടും കൂടെ കമ്പയർ ചെയ്തതിന് ശേഷം വരും വർഷം ഇതെങ്ങോട്ട് പോകണം എന്ന് തീരുമാനിക്കാൻ ഗവേഷണം നടത്തിയതിന് ശേഷം മാർഗ്ഗനിർദ്ദേശങ്ങൾ കൊടുക്കാൻ നമ്മുടെ ഗവേഷകർക്കും ആരോഗ്യ ഗവേഷണ രംഗത്ത് നിൽക്കുന്ന അച്യുത മേനോൻ സെൻ്ററുള്ള സ്ഥാപനങ്ങൾക്കും കഴിയണം. പക്ഷേ അത് കേൾക്കാൻ ആരെങ്കിലും വേണം. നിർഭാഗ്യവശാൽ അത് സംഭവിക്കുന്നില്ല. അതിൻ്റെ കാരണം ഈ പറഞ്ഞതുപോലെ പല 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 താല്പര്യങ്ങളാണ്. പലതും ഒളിച്ചു വയ്ക്കാനുണ്ടാവും, പലതും പറയാൻ. ഈ പറഞ്ഞ അൾട്ടിമേറ്റ്ലി എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഇപ്പോഴും ഞാൻ പറയും, നമ്മുടെ ആരോഗ്യ മേഖല, നമ്മുടെ ഹെൽത്ത് സിസ്റ്റം ഈവൻ നൗ ഇറ്റ് വർക്ക്സ് ഓൺ ആൻ അഡ്ഹോക്ക് ബേസിസ്. അതാണ് അതിൻ്റെ കാരണം. അടുത്ത ഒരു ചോദ്യം എല്ലാവർക്കുമായിട്ട് എല്ലാവരോടും ചോദിക്കുകയാണ്. ആദ്യം രാംകുട്ടി സാറ്, ഈ അടുത്ത ഒരു 25-30 വർഷം മുൻകൂട്ടി കണ്ടുകൊണ്ട് 2050 കേരളം നേരിടാൻ പോകുന്ന പൊതുജനാരോഗ്യ വെല്ലുവിളികൾ എന്തൊക്കെയാണ്, അതിനുള്ള പരിഹാരം വളരെ ക്രിസ്പായിട്ട് ഒരു ഫ്യൂ സെൻറ്റൻസിലൊന്നും സാറുണ്ട്. ഏറ്റവും പ്രധാനം നമ്മുടെ ഏജിങ് തന്നെയാണ്. ഏജിങ് റിലേറ്റഡ് ഇഷ്യൂസ് വളരെ
വളരെയധികം വർദ്ധിക്കാൻ പോവുകയാണ്. നമുക്ക് അതിന് അതേ സമയത്ത് അതിന് എന്താ പറയണ്ട, അതിന് വേണ്ട ഒരു ആരോഗ്യ സേന അല്ലെങ്കിൽ അത് പ്രവർത്തകർ നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യാണ്. കാരണം ഇപ്പോഴത്തെ കുട്ടികൾ നമുക്കറിയാം, ഇത് പ്രത്യേകിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അവർ അടുത്ത അവസരം ഇവിടുന്ന് ചാടിപ്പോകാൻ എന്താണ് അവസരം നോക്കിയിരിക്കുകയാണ്. ഒരു 90% അങ്ങനെയാണ്. ഇപ്പോൾ അങ്ങനെ അല്ലാത്തവരും ഉണ്ടായിരിക്കും, പക്ഷേ മിക്കവാറും പേരുടെ എന്തെങ്കിലും അവസരം കിട്ടിയാൽ പോയി കളയാം എന്നുള്ളത് തന്നെയാണ് അവരുടെ. അപ്പോൾ അതൊരു വലിയൊരു ഞാൻ കൂടുതൽ പറയുന്നില്ല, അത് മാത്രം പറഞ്ഞ് നിർത്തുന്നു. അല്ല, ഈ പോയിന്റിൽ ഇപ്പോഴത്തെ നമ്മുടെ ബഡ്ജറ്റ്, ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ അതിൻ്റെ പരിഹാരം പറഞ്ഞിട്ടുണ്ട്. അത് പിന്നെ കൂടുതൽ കുട്ടികൾ പോകുന്നതുകൊണ്ട് വയോജനങ്ങളെ നോക്കാനുള്ള കേന്ദ്രങ്ങൾ തുടങ്ങാൻ കൂടുതൽ ബഡ്ജറ്റ് ഫീസ് മാറ്റി വെച്ചിട്ടുണ്ട്. അത് സൊല്യൂഷൻ ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വാസ്തവത്തിൽ ഈ പറഞ്ഞ പോലെ ഈ ബ്രെയിൻ ട്രെയിൻ എന്ന് പറയുന്നത് നമുക്കിവിടെ ബ്രെയിൻ ഗെയിൻ, നമ്മുടെ എയിം ഷുഡ് ബി ബ്രിങ്ങിങ് ബാക്ക് ദ പീപ്പിൾ ഹു ഹാവ് ഗോൺ ഔട്ട്. നമുക്കിവിടെ റിസോഴ്സസ് ഉണ്ട്, ബാക്കി ഇതുണ്ട്. പക്ഷേ ആ തലത്തിൽ ആരും ചിന്തിക്കുന്നില്ല. നമ്മുടെ കുട്ടികൾ കൂടുതൽ പുറത്ത് പോയിക്കോട്ടെ, വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ തിരിച്ചു വന്ന് അവരുടെ ഇത് ഇവിടെ ഉണ്ടാവണം. അല്ലാതെ ഇവിടെ നിന്ന് പോയി പൂർണ്ണമായി ഇവിടെ നിന്ന് വിട്ടുപോകുന്ന അവസ്ഥ നമ്മൾ തടഞ്ഞേ പറ്റും. ഇതിൻ്റെ മറ്റൊരു പ്രാധാന്യം ഇപ്പം തന്നെ നമുക്കറിയാം, നേരത്തെ നിപ്പയുടെ കാര്യം പറഞ്ഞു. ഇപ്പം കോവിഡ് എന്ന് പറയുന്ന ഒരു വലിയൊരു മഹാമാരി ലോകം മുഴുവൻ ഫേസ് ചെയ്തു. ഏതാണ്ട് 66 കോടി ജനങ്ങൾക്ക് ബാധിച്ച് 66 ലക്ഷം മനുഷ്യർ മരണപ്പെട്ട ഈ കോവിഡ് ചൈനയിലെ ഒരു പ്രദേശത്തെ ഒരു വ്യക്തിയിൽ നിന്നാണ് തുടങ്ങിയത്, ലോകം മുഴുവൻ വ്യാപിച്ചത്. ഇതുപോലെ അടുത്ത ഒരു പാൻഡമിക്, ഏതെങ്കിലും ഒരു പാൻഡമിക് കേരളത്തിൽ അതിൻ്റെ ഒരു പ്രഭവ കേന്ദ്രമായി മാറിക്കൂടായികയില്ല. കാരണം ഇത്രയും പോപ്പുലേഷൻ മൈഗ്രേഷനും കാലാവസ്ഥാ വ്യതിയാനവും വനനശീകരണവും ഇതിനെല്ലാം അനുയോജ്യമായ പുതിയൊരു പാൻഡമിക്കിന് വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും ഒത്തുചേർന്ന സ്ഥലമാണ് കേരളം. അതിനെക്കുറിച്ച് ഡോക്ടർ സുൽഫിക്ക് എന്താ പറയുന്നത്? ഇത് നേരിടാനാണ് ഇപ്പോൾ വൺ ഹെൽത്ത് പോലുള്ള സംരംഭങ്ങളും ആരോഗ്യ ഗവേഷണവും ഒക്കെ. 2050 എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ പല കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസ് തന്നെ ആയിരിക്കും. കമ്മ്യൂണിക്കബിൾ ഡിസീസ്, യെല്ലോ ഫീവർ ആരും പേടിക്കുന്നുണ്ട്. യെല്ലോ ഫീവർ ഒരു റിയാലിറ്റിയാണ്. എന്തുകൊണ്ട് ഇവിടെ കേരളത്തിൽ വരുന്നില്ല? എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതിൻ്റെ മോർട്ടാലിറ്റി ഈസ് വെരി വെരി ഹൈ. അത് എപ്പോൾ വേണോ കേരളത്തിൽ വരാം. അതൊരു വലിയ മോർട്ടാലിറ്റി ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ്. ഞാൻ പറഞ്ഞത് 2050 എത്തുമ്പോൾ ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഒരു വലിയ വിഷയമാവുകയും അത് ഞാൻ ഈ പറഞ്ഞ മാതിരി ഡേറ്റ അനാലിസിസ് ഉൾപ്പെടെയുള്ള ഡേറ്റയാണ് ഏറ്റവും പ്രാധാന്യം. ഈ ഡേറ്റ ആർക്കും കൊടുക്കില്ല. ഡേറ്റ പുറത്തുവിടാതിരിക്കുകയും അത് അനലൈസ് ചെയ്യപ്പെടാതിരിക്കുകയും ചെയ്യുന്നത് മാറിയിട്ട് ഒരു ഓപ്പൺ ഡേറ്റ സിസ്റ്റത്തിലേക്ക് പോവുകയും അത് അനലൈസ് ചെയ്ത് ദീർഘകാലത്തിലുള്ള അടിസ്ഥാനത്തിലുള്ള തീരുമാനങ്ങളും അതിനുവേണ്ട ഫോളോ അപ്പ് ഉണ്ടാവണം. ഒരുപക്ഷേ ഈ ഡേറ്റ ഓൾ ഇന്ത്യ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നാഷണൽ ലെവലിൽ പബ്ലിഷ് ചെയ്ത ഹെൽത്ത് മാനിഫെസ്റ്റോയിൽ പറയുന്നത് പോലെ തന്നെ നമുക്കൊരു ഓൾ ഇന്ത്യ ലെവലിൽ ഒരു ഡിജിറ്റൽ വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവണം. അത് സബ് ഡിസ്ട്രിക്ട് ലെവൽ വരെ വളരെ അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇൻപുട്ട് കൊടുക്കുന്ന തരത്തിലുള്ള ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ എല്ലാ ഡേറ്റയും അവൈലബിൾ ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റൂ. അതായിരിക്കണം അറ്റ്ലീസ്റ്റ് നമ്മുടെ ഒരു ലോങ് ടേം സ്ട്രാറ്റജിയിൽ വരാനുള്ളത്. ഡെഫിനറ്റ്ലി ഒരുപാട് കാര്യങ്ങളുണ്ട്. കമ്മ്യൂണിക്കബിൾ ഡിസീസിനോടൊപ്പം തന്നെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, നമുക്ക് ഈ പറഞ്ഞ മാതിരി ആഹാരത്തിലുള്ളായിരുന്ന ബുദ്ധിമുട്ടുകൾ കാരണം സമയക്കുറവ് മൂലം പെട്ടെന്ന് പറയാണ് AMR, ആൻറ്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് നമുക്കൊരു വലിയ ചലഞ്ചാണ്. ആസ് എ ട്രീറ്റിംഗ് ഡോക്ടർ ഐനോ നമുക്ക് ആൻറ്റിബയോട്ടിക്കുകൾക്ക് ഒന്നും ഫലവത്താകാത്ത പല വിധത്തിലുള്ള അസുഖങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. അതുകൊണ്ട് ആൻറ്റിബയോട്ടിക് കഴിക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെന്ന് ഉറപ്പാക്കുക, അത് മുഴുവൻ കോഴ്സ് കഴിക്കുക എന്ന് ഉറപ്പാക്കുക. അതോടൊപ്പം തന്നെ അത് മുഴുവൻ കഴിക്കുന്നതിനോടൊപ്പം തന്നെ മുൻപുള്ള പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് കഴിക്കാതിരിക്കുക. ഡോക്ടർമാർക്ക് തീർച്ചയായിട്ടും നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഒപ്റ്റിമൽ ലെവലിൽ നമ്മൾ ആൻറ്റിബയോട്ടിക്കുകൾ എപ്പോൾ എഴുതണം, എപ്പോൾ കൊടുക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം നാം അറിയേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ ഈ അടുത്ത കാലത്ത് നടത്തിയ ഒരു പഠനത്തിൽ നമ്മുടെ ആക്കുളം ലേക്കിലുള്ള അസിത്രോമൈസിൻ എന്ന് പറയുന്ന യൂസ് ചെയ്യുന്ന ആൻറ്റിബയോട്ടിക്സിൻ്റെ ക്വാണ്ടിറ്റി കണ്ടാലും നമ്മൾ ഞെട്ടും. അത്രയ്ക്കും അളവിന് അസിത്രോമൈസിൻ അവിടെയുണ്ട്. അതെന്താ അങ്ങനെ വരുന്നത്? അത് വരുന്നതിന് കാരണം മനുഷ്യന് മാത്രമല്ല ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നത് മൃഗങ്ങൾ, നമ്മുടെ വളർത്തു മൃഗങ്ങൾക്കാണ്. പശുവിനും നമ്മുടെ ആടിനും ആനയ്ക്കുമൊക്കെ കിലോ കണക്കിന് ആൻറ്റിബയോട്ടിക്സുകൾ അവിടെ വെറ്റിനറി ഡോക്ടറിൻ്റെ യാതൊരു പ്രിസ്ക്രിപ്ഷനും ഇല്ലാതെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു രീതിയിലേക്കുണ്ട്. അത് നമ്മുടെ പ്രകൃതിയിലേക്ക് വരികയും അതുൾപ്പെടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മരുന്ന് കഴിക്കുന്നത് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും ഉണ്ട്. അതോടൊപ്പം തന്നെ ക്വാളിറ്റി ഓഫ് മെഡിസിൻസ്, നമുക്ക് ഫണ്ടുണ്ടെങ്കിൽ മാത്രമേ നല്ല മെഡിസിൻ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റൂ. എല്ലാവർക്കും മെഡിസിൻ കൊടുക്കുന്നത് ആകരുത് പോളിസി. പകരം ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള മെഡിസിൻ കൊടുക്കുക എന്നുള്ളതായിരിക്കണം പോളിസി. ക്വാളിറ്റി ഓഫ് മെഡിസിൻ ഒരു വിഷയമാണ്. ആൻറ്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് ഒരു പ്രശ്നമാണ്. നിരവധി പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിലുണ്ടാകും. ഓൾഡ് ഏജ്, സാറ് പറഞ്ഞത് ഓൾഡ് ഏജ് ഒരു ജെറിയാട്രിക് പ്രശ്നമാണ്. എനിക്ക് അല്പം ഒരു വിയോജിപ്പുണ്ട്. എനിക്ക് തോന്നുന്നു വാർദ്ധക്യകാലത്ത് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റുന്നതാകണം ഒരു ഇൻഡിപെൻഡൻറ്റ് അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഡെവലപ്മെൻ്റൽ സൂചിക എന്നുള്ള ഒരു തരത്തിലൂടെ നാം ചിന്തിക്കേണ്ടി വരും. തീർച്ചയായിട്ടും ഈ AMR, ആൻറ്റിമൈക്രോബിയൽ റെസിസ്റ്റൻസിനെ കുറിച്ച് ലോകാരോഗ്യ സംഘടന വിശേഷിപ്പിക്കുന്നത് അടുത്ത പാൻഡമിക്, ഫ്യൂച്ചർ പാൻഡമിക് എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് വിശേഷിപ്പിക്കുന്നത്. കേരളം അക്കാര്യത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരുന്ന് കൺസ്യൂം ചെയ്യുന്ന സ്റ്റേറ്റ്, 10% മരുന്ന് കൺസ്യൂം ചെയ്യുന്ന സ്റ്റേറ്റ്. ഏതാണ്ട് 20,000 കോടി രൂപ അതിനു മീതെ നാം അതിനുവേണ്ടി ചിലവഴിക്കുന്നു.
അത് നമ്മുടെ ശ്രദ്ധ പതിയേണ്ട കാര്യമാണ്. ഇനി ഇതിൻ്റെ ഏറ്റവും അവസാന ഭാഗം എന്നുള്ള നിലയ്ക്ക് ചോദ്യോത്തരമാണ്. ഇപ്പോൾ ഇത്രയും നേരം സംസാരിച്ചു കൊണ്ടിരുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ വളരെ ക്രിസ്പായിട്ടൊന്ന് ചോദിക്കുക. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നമുക്കത് ചർച്ച ചെയ്യാം. സാറേ, ഈ കാലിക്കറ്റിൽ നമ്മൾ തുടർച്ചയായി ഇപ്പോൾ ഒരു 4 വർഷം നിപ്പ അവിടെ നിന്നാണ് വന്നത്. അതുതന്നെ കാലിക്കറ്റിൽ തന്നെ വടകര താലൂക്കിൻ്റെ പ്രദേശങ്ങളിലാണ്, പേരാമ്പ്ര, മരുതോങ്കര എന്നൊക്കെയുള്ള പ്രദേശങ്ങൾ. എന്തുകൊണ്ട് അത് ഈ കാലിക്കറ്റിൽ മാത്രം ഇതൊരു പ്രശ്നം ഉണ്ടാക്കുന്നു? അത് ഈ ഫ്രൂട്ട് ഈറ്റിംഗ് ബാറ്റ്സ് ഒക്കെ എല്ലായിടത്തും ഉണ്ടല്ലോ സാർ. അത് ആ ഇഷ്യൂസ് ഒക്കെ പലയിടത്തും ഉള്ളപ്പോഴും ഇതെന്തുകൊണ്ട് കാലിക്കറ്റിൽ ഓരോ വർഷവും എമർജ് ചെയ്യും? പഠിക്കേണ്ടതാണ്, പഠിക്കാതെ പറയാം. പക്ഷേ ഞാൻ വേറൊരു ചർച്ചയിൽ പങ്കെടുത്ത ഇതൊക്കെ നമ്മൾ മാത്രമല്ല ശ്രദ്ധിക്കുന്നത്, അന്തർദേശീയ തലത്തിൽ പൊതുജനാരോഗ്യ പ്രവർത്തകർ ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ അവർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് വരുന്ന സ്ഥലത്തെല്ലാം ഇത് വരുന്നുണ്ട്. അതായത് നമ്മൾ കാട്ടിപ്പോൾ അത് ആ വയനാട് ബെൽറ്റ് അതിൻ്റെ ഒരു ഏരിയ ആണല്ലോ. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, ഇപ്പോൾ ഇന്നലെ സംഭവിച്ചതൊക്കെ നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇവരെ ഡിസ്റ്റർബ് ചെയ്യുമ്പോഴാണ് അവരുടെ വൈറസുകൾ പുറത്തോട്ട് വരുന്നത്. ഇപ്പോൾ ബാറ്റിൻ്റെ അകത്ത് വൈറസ് എന്നും ഉണ്ട്, അത് അവിടെ മിണ്ടാതിരുന്നോളും. പക്ഷേ നമ്മൾ അവനെ കൊണ്ട് കുത്തി ഇളക്കുകയും അവൻ പുറത്തു വരികയും ചെയ്യുമ്പോൾ അയാൾക്ക് ബാറ്റിന് സ്ട്രെസ്സും ആങ്സൈറ്റിയൊക്കെ വരുന്നതാണ് പറയുന്നത്. ഞാൻ വായിച്ചിട്ടേ ഉള്ളൂ, എനിക്ക് അതിന് ആധികാരികമായിട്ട് പറയാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ അവർ കൂടുതൽ വൈറസ് ഷെഡ് ചെയ്യുകയും അങ്ങനെയുള്ളിടത്ത് ഇപ്പം മലേഷ്യയിലാണെങ്കിലും ഇതെല്ലാം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് വന്നിരിക്കുന്നതെന്നൊരു തിയറിയുണ്ട്. അത് ഫൈനലായിട്ട് അതാണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, അങ്ങനെ ആളുകൾ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ടാണ് കോഴിക്കോട് ആ ഏരിയയിൽ വരുന്നത് എന്നുള്ളത് താങ്കൾ പറഞ്ഞ പോലെ വളരെ പ്രസക്തമാണ്. ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത്, ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ്. പക്ഷേ ഇത് പഠിക്കാൻ ഒരു സന്നദ്ധത നമുക്കില്ല. അതെന്തോ അങ്ങനെ അത്രേ ഉള്ളൂ. അത് അനുബന്ധമായൊരു കാര്യം, 4 ഔട്ട് ബ്രേക്കുകളിൽ 3 കോഴിക്കോടും അനുബന്ധ സ്ഥലങ്ങളിലും, 1 തൃശ്ശൂരായിരുന്നു റിപ്പോർട്ട് ചെയ്തത്, അത് കൊച്ചിയിൽ. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ 4 ഔട്ട് ബ്രേക്കുകളിലും ഒരു വ്യക്തിക്ക് മാത്രമേ പ്രകൃതിയിൽ നിന്ന് നിപ വന്നിട്ടുള്ളൂ. ബാക്കി മുഴുവൻ ആദ്യത്തെ ഔട്ട് ബ്രേക്കിൽ ഈ 23 പേരിൽ ഒരാൾക്ക് മാത്രമേ വന്നിട്ടുള്ളൂ. ബാക്കി മുഴുവൻ അയാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുകയുണ്ടായത്. 2ാമത്തെ ഔട്ട് ബ്രേക്കിൽ അതുപോലെ ഒരാൾക്ക് മാത്രമേ വന്നിട്ടുള്ളൂ. 3ാമത്തെ ഔട്ട് ബ്രേക്കിൽ ഒരാൾക്കേ വന്നിട്ടുള്ളൂ. 4ാമത്തെ ഔട്ട് ബ്രേക്കിൽ 2 പേർക്ക് വന്നിട്ടുള്ളൂ. ഇവർക്ക് എല്ലാം തന്നെ ഒരാൾക്ക് മാത്രമേ നേച്ചറിൽ നിന്ന് കിട്ടിയിട്ടുള്ളൂ. മറ്റൊന്ന്, ഇതെങ്ങനെയാണ് ഈ ട്രാൻസ്മിഷൻ ഉണ്ടായത് എന്നുള്ളതിനെക്കുറിച്ച് ഇതുവരെ ഈ നിമിഷം വരെ കൺക്ലൂസീവ് ആയിട്ടുള്ള ഒരു എവിഡൻസ് നമുക്ക് കിട്ടിയിട്ടില്ല. ഇപ്പം ബാറ്റ്സിൽ ഇതിൻ്റെ ആൻറ്റിബോഡീസിൻ്റെ പ്രസൻസ് കണ്ടെത്തിയിട്ടുണ്ട്. അത് കോഴിക്കോടുണ്ട്, എറണാകുളത്തുണ്ട്, പാലക്കാടുണ്ട്, ഇടുക്കിയിലുണ്ട്, കൊല്ലത്തെ ബാറ്റ്സിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് കോഴിക്കോടും അല്ലെങ്കിൽ തൃശ്ശൂരും ഈ ട്രാൻസ്മിഷൻ ഉണ്ടായെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഇതുവരെയും, അതാണ് ആരോഗ്യ ഗവേഷണത്തിൻ്റെ പ്രാധാന്യം. ഓക്കെ, അടുത്ത ചോദ്യം. ഒരു ചെറിയ ക്ലാരിഫിക്കേഷന് വേണ്ടിയാണ്. വി ഹാവ് ഗോട്ട് ലോട്ട് ഓഫ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്, അതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി വി നോ, നമ്മളെ മീഡിയയിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദേ ആർ ആക്ച്വലി ലൂട്ടിങ്. ആ വാക്ക് തന്നെ ഞാൻ മനഃപൂർവ്വം ഉപയോഗിക്കുകയാണ്. ഇതിന് ഒരു നിയന്ത്രണം വേണ്ടേ? ഒരു ഗവൺമെൻറ് പോളിസി ലെവലിൽ ദർ ഷുഡ് ബി സം സ്റ്റെപ്സ് ടു കൺട്രോൾ ദാറ്റ്. അതിനെന്താണ് സാറിന് നിയന്ത്രണം വേണ്ടേ എന്ന ചോദ്യത്തിന് ഉത്തരം വളരെ സിമ്പിളായിട്ട് പറയാം, നിയന്ത്രണം വേണം. എങ്ങനെ വേണം, എങ്ങനെ നടപ്പാക്കണം എന്ന് ചോദിച്ചാൽ അവിടെയാണ് പ്രശ്നം. കാരണം ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. അപ്പോൾ ഇന്നത്തെ കേരളത്തിൽ സ്വകാര്യ മേഖല വളരെ പ്രധാനമാണ്, അതൊരു വലിയ പ്രസൻസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ പലർക്കും മടിയാണ്. എനിക്ക് ഓർമ്മയുള്ളത് പഴയ ഒരു സ്റ്റേജിൽ വളരെ, ഞാൻ പേരൊന്നും പറയുന്നില്ല, പ്രശസ്തനായ ഒരു ധനകാര്യമന്ത്രി അടുത്ത ബില്ലിൽ ഞാൻ ബെഡ് ഒന്നൊക്കെ വെച്ച് ഞാൻ ടാക്സ് ചെയ്യുമെന്ന് പറഞ്ഞ ഒരാളുണ്ട്. അതൊന്നും നടന്നില്ല, കാരണം നടക്കാൻ പോകുന്നില്ല കേരളത്തിൽ. അപ്പോൾ അതെങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരണമെന്ന് എനിക്ക് തോന്നുന്നില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആഫ്റ്റർ ഓൾ ഹെൽത്ത് ഇസ് പൊളിറ്റിക്സ് എന്നാണ് നമ്മൾ പൊതുജനാരോഗ്യക്കാർ പറയുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്, പൊളിറ്റിക്സ് ഇസ് ഹെൽത്ത്, ഹെൽത്ത് ഇസ് പൊളിറ്റിക്സ്. അതിൻ്റെ ഒരു പ്രതിഫലനം മാത്രമാണ്. ഞാൻ ഡോക്ടർ ദേവിശ്രീ, ഞാൻ സാറിൻ്റെ ഇൻറ്റേൺ ആയിരുന്നു, സിൽഫി സാറിൻ്റെ. അപ്പോൾ എൻ്റെ ക്വസ്റ്റൻ എന്ന് വെച്ചാൽ സീസണൽ ഫ്ലൂ ഷോട്ട്സിൻ്റെ ഒരു പ്രൊമോഷൻ, ഇല്ലെങ്കിൽ അത് കൂടുതൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട്, കുറച്ചും കൂടെ ലഭ്യത കൂട്ടാനായിട്ട്, അതുപോലെ ഫ്രീ ആയിട്ട് ഓൾസോ കൊടുക്കാനായിട്ട് ഗവൺമെൻറ് എന്തെങ്കിലും ഇനിഷ്യേറ്റീവ്സ് ഉണ്ടോ? കാരണം വെച്ചാൽ ഞാൻ എൻ്റെ എനിക്ക് 25 വയസ്സാണുള്ളത്. ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്ത സമയത്ത് അത് ജനറൽ ഹോസ്പിറ്റലാണ് ചെയ്തത്. അതിനുശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്ത സമയത്തുമാണ് എനിക്ക് ഏറ്റവും അധികം അസുഖങ്ങൾ വന്നിട്ടുള്ളത്. ഞാൻ എന്തുകൊണ്ട് മാസ്ക് ഒഴിവാക്കുന്നില്ല എന്ന് വെച്ചാൽ എനിക്ക് അത്രയ്ക്കധികം ഞാൻ സെൻസിറ്റീവാണ്. എൻ്റെ NCD മെഡിക്കേഷൻ കഴിക്കുന്ന അച്ഛനമ്മമാരുടെക്കാൾ കൂടുതൽ മരുന്ന് ഞാൻ കഴിക്കുന്നുണ്ട്. ബ്രോങ്കിയൽ ആസ്മ ഡയഗ്നോസ് ആയത് കഴിഞ്ഞ വർഷമാണ്. അപ്പം സീസണൽ ഫ്ലൂ ഷോട്ട്സ് എടുത്ത് വർക്ക് ചെയ്യാമെന്ന് എൻ്റെ കൂടെ ഉള്ള ഒരു ENT ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുട്ടി അതെടുക്കാതെ ICUവിൽ നിൽക്കാൻ പറ്റില്ല. ഞാൻ ICUവിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടറാണ്, ഞാൻ എമർജൻസി മെഡിസിനിലാണ് ഉള്ളത്. അപ്പോൾ അത് വളരെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എനിക്ക് പോലും, ഞാൻ അത്രയും കോഷ്യസ് ആയിട്ട് പോലും ഇത്രയും അസുഖം വരുന്നുണ്ട്. അപ്പോൾ സീസണൽ ഫ്ലൂ ഷോട്ട്സിനെ കുറച്ചുകൂടെ പ്രൊമോട്ട് ചെയ്യുന്ന, അതിൻ്റെ ലഭ്യത കുറച്ചുകൂടെ ഉണ്ടാക്കുന്ന ഒരു
കാര്യത്തിലോട്ട് പോകാൻ പറ്റുമോ എന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാ ഗവൺമെൻറ് ഫെസിലിറ്റീസിലും വാക്സിൻസ് നമ്മൾ വാങ്ങിച്ചു കൊടുക്കണം. ഗർഡാസിൽ എച്ച് പി വിയുടെ വാക്സിൻ ആണെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം, ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വാക്സിൻ ആണെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം. എല്ലാം ഒന്നും അവിടെ ഇല്ല. അത് ആരാ ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ? ഇറ്റ് ഈസ് ഓപ്പൺ ടു എനിവൺ. ഇതിനകത്ത് വളരെ വ്യക്തമായ ഒരു വളരെ സിമ്പിളായുള്ള കാര്യമുള്ളൂ. ഇത് ഗവൺമെൻറ് തീരുമാനിക്കേണ്ട കാര്യമാണ്, ഞങ്ങളാരും തീരുമാനിക്കേണ്ട കാര്യമില്ല. ഒന്ന്. രണ്ട്, നമുക്ക് ഒരു അഡൽട്ട് വാക്സിനേഷൻ ഷെഡ്യൂൾ നാഷണൽ ലെവലിൽ ആവശ്യമുണ്ട്. അപ്പം ചോദ്യം മനസ്സിലാകാത്തവർ പറയാം. ചോദ്യം ഈ സീസണൽ ഫ്ലൂ ഷോട്ട്സ്, അതായത് പ്രായമായവർക്ക് ഈ ഫ്ലൂ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ഓരോ വർഷവും ഇതിൻ്റെ പുതിയ പുതിയ വേരിയൻസ് വന്നുകൊണ്ടിരിക്കും ഈ വൈറസിൻ്റെ. അപ്പോൾ അതിനനുയോജ്യമായിട്ടുള്ള വാക്സിൻ ഓരോ വർഷവും വികസിപ്പിച്ചുകൊണ്ടിരിക്കും. അത് വികസിത രാജ്യങ്ങളിലെല്ലാം ലഭ്യമാണ്. ഇവിടെയും പ്രൈവറ്റ് സെക്ടറിൽ ലഭ്യമാണ്. ഗവൺമെൻറ് സെക്ടറിൽ അത് ലഭ്യമാക്കാൻ കഴിയുമോ എന്നാണ് ഡോക്ടർ ചോദിച്ചത്. തീർച്ചയായിട്ടും അത് സർക്കാർ തീരുമാനിക്കേണ്ടതാണ്. പിന്നെ അഡൽട്ട് വാക്സിനേഷൻ ഷെഡ്യൂൾ നാഷണൽ ലെവൽ ആവശ്യമുണ്ട്. ഇപ്പോൾ തന്നെ HPV വാക്സിൻ നാഷണൽ ലെവലിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ഈ പുതിയ ബഡ്ജറ്റിൽ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ ഇതും പിന്നീട് വരുമായിരിക്കും എന്നാണ് നമുക്ക് പറയാൻ സാധിക്കും.